നാലാമത്തെ പാഠത്തിന്റെ പേര് എല്ലാവരും പേജ് എടുത്തോളൂ. ശബ്ദാഹ്വയം ജ്യോതിഹി എന്നാകുന്നു. ശബ്ദാഹ്വയം ജ്യോതിഹി. ശബ്ദം എന്ന പേരോടുകൂടിയ ജ്യോതിസ് എന്നാണ് അർത്ഥം. ജ്യോതിസ് എന്ന് വെച്ചാൽ വെളിച്ചം. ശബ്ദം എന്ന വെളിച്ചം. എന്താണ് ശബ്ദം ഒരു വെളിച്ചമാകുന്നത്? ശബ്ദവും വെളിച്ചവും രണ്ടല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷെ പാഠം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോ നേരിട്ട് അങ്ങോട്ട് പാഠത്തിലേക്ക് കിടക്കാം അല്ലെ. ഈ പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ആദ്യം കൊടുത്തത്. പഠനാധിഗമങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് നേടണം, കിട്ടണം എന്നുള്ളതാണ് ആദ്യം. ഇപ്പൊ ഈ പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിചിന്തിച്ച് നോക്കുക. ഈ പഠനാധിഗമങ്ങൾ എനിക്ക് കിട്ടിയോ? ഒന്നാമത്തേത് മഹേശ്വര സൂത്രാണി ലിഖതി. അതെന്താണെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. 2 ഗ്രന്ഥം ആചാര്യം ച അധികൃത്യ ടീകാം ലിഖതി. ഗ്രന്ഥത്തെക്കുറിച്ചും ആചാര്യനെ കുറിച്ചും ഒരു നോട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? 3 പ്രത്യാഹാര അന്തർഗതാൻ വർണ്ണാൻ ചിത്വാ ലിഖതി. പ്രത്യാഹാരം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളിപ്പോ പഠിക്കും. അതിലുള്ള വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഈ 3 പഠനാധിഗമങ്ങളാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പാഠത്തിലേക്ക് കിടക്കാം. പുരാ തക്ഷശിലാ നാമ കാചിത് സർവകലാശാല ആസീത്. തക്ഷശില എന്ന പേരിൽ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. തക്ഷശില അല്ലെ, ഇന്ത്യയിലെ പ്രസിദ്ധമായ 2 സർവകലാശാലകൾ, പഴയ സർവകലാശാലകൾ ആയിരുന്നു. നാളന്ദ അഥവാ നളന്ദ എന്നും പറയും, പിന്നെ തക്ഷശില. നാളന്ദ നമുക്കറിയാം ബീഹാറിനടുത്താണ് അല്ലെ. തക്ഷശില എന്ന് പറയുന്നത് കാശ്മീര ദേശത്താണ്. അപ്പൊ ഇന്നത്തെ ജമ്മു കാശ്മീർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വളരെ പണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു 2000 വർഷങ്ങൾക്ക് മുൻപേ അന്ന് അവിടെ സർവകലാശാല ഉണ്ടായിരുന്നു. വേറെ ലോകത്തിന്റെ ഒരു ഭാഗത്തും സർവകലാശാല എന്നൊരു ഉപരി വിദ്യാഭ്യാസം എന്നൊരു സംഭവം തന്നെ ഇല്ലാത്ത കാലത്ത് ഭാരതത്തിൽ അതായത് അവിടെ വന്ന് താമസിച്ച് ഹോസ്റ്റൽ പോലെ പഠിക്കാനുള്ള സംവിധാനം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നിലായിരുന്നു ഭാരതം. അതൊക്കെ പിന്നീടുള്ള ഈ രാജാക്കന്മാരുടെ ആക്രമണത്തിൽ, പ്രത്യേകിച്ച് അറേബ്യൻ നാടുകളിൽ നിന്ന് വന്ന രാജാക്കന്മാർ, അലാവുദ്ദീൻ ഖിൽജി പോലുള്ള അവര് വന്ന് ആക്രമിച്ച് നശിപ്പിച്ചതാണ്. ഈ നളന്ദയിലെ താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അത്ര. അവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ താളിയോല ഗ്രന്ഥങ്ങളാണ്. അത് മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു അത്ര. ഏതോ ഒരു ഖിൽജിയോ മറ്റോ വന്ന് കൊള്ളയടിച്ചപ്പോ ദിവസങ്ങൾ കത്തി എന്നാണ് കഥ. അതിലത്തെ താളിയോലൊക്കെ മുഴുവൻ കത്തിത്തീരാൻ ദിവസങ്ങൾ നിന്ന് കത്തി. അത്രയും കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും ഒക്കെ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ പുനരുദ്ധരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. നാളന്തപ്പോ പുനരുദ്ധരിച്ചു. അവിടെ സർവകലാശാല നിലനിന്നിരുന്ന അതേ സ്ഥാനത്ത് ഇപ്പൊ പുതിയ UGCയുടെ നേതൃത്വത്തിൽ സർവകലാശാല വരുന്നു. ഒരു പക്ഷേ തക്ഷശിലയിലും വലിയ താമസമില്ലാതെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാശ്മീര ദേശത്ത് ഈ തക്ഷശില എന്ന സർവകലാശാല വളരെ പ്രസിദ്ധമായി. പല നാടുകളിൽ നിന്നും, ഇന്ത്യക്ക് പുറത്തുള്ള നാടുകളിൽ നിന്നും ആളുകൾ വന്ന് അവിടെ പഠിക്കുമായിരുന്നു അത്രേ. തത്ര മഹാൻ ആചാര്യ ഉപവർഷ ശിഷ്യാൻ അധ്യാപയൻ ആസീത്. അവിടെ വലിയൊരു ആചാര്യൻ വർഷങ്ങളോളം ശിഷ്യന്മാരെ അധ്യാപനം ചെയ്തുകൊണ്ട് ഇരുന്നിരുന്നു. ശിഷ്യേഷു അന്യതമഃ ദാക്ഷീപുത്രഃ പാണിനി. ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ദാക്ഷി എന്ന സ്ത്രീയുടെ മകൻ പാണിനി. പാണിനി എന്ന് പറയുന്ന ആളുടെ അഡ്രസ് എന്താണ്? സൺ ഓഫ് ദാക്ഷി. അതാണ് പാണിനിയുടെ അഡ്രസ്. എങ്ങനെ കിട്ടി? പല ഗ്രന്ഥങ്ങളിൽ, പാണിനിയുടെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ദാക്ഷി പുത്രസ്യ പാണിനേഹേ എന്നൊക്കെ പല ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ആകെ ഒരു അഡ്രസ്സ് അദ്ദേഹം നമുക്ക് അറിയുള്ളൂ, ദാക്ഷീപുത്രൻ. ഒരു അഡ്രസ്സും കൂടി ഉണ്ട്, ശാലാതുര ഗ്രാമീണനാണ്. ശാലാതുരം എന്ന് പറയുന്നത് ഇന്നത്തെ ലാഹോറാണ്, പാകിസ്ഥാനിലെ ലാഹോറിലാണ് അത്ര ഇദ്ദേഹം. പാകിസ്ഥാനിലെ ഹിന്ദുക്കളൊക്കെ ഉണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പൊ ചിലതൊക്കെ നശിച്ചു വരുന്നു. അപ്പോ ആ ശാലാതുരം എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഈ ഇദ്ദേഹം കാശ്മീർ വരെ വന്ന് അവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു ആചാര്യന്റെ അടുക്കൽ. അത്രയും മനസ്സിലായല്ലോ അല്ലെ? സർവേ സതീർത്ഥ്യാഹ മൂഢധീഹി പാണിനി ഇതേവം പരാമർശ്യ പാണിനി പരിഹസന്തി സ്മ. അദ്ദേഹത്തിന്റെ സതീർത്ഥ്യന്മാരെന്ന് വെച്ചാൽ ഒരുമിച്ച് താമസിച്ച്, ഒരുമിച്ച് തീർത്ഥക്കുളത്തിൽ കുളിച്ച്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരെയാണ് സതീർത്ഥ്യന്മാർ എന്ന് പറയാം. തീർത്ഥ്യന്മാരെന്ന് വെച്ചാൽ ഒരുമിച്ച് കുളക്കടവിൽ കുളിച്ച് വളരുന്നവർ, അതാണ് സതീർത്ഥ്യൻ. അപ്പോ ആ സതീർത്ഥന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ മൂഢധീഹി പാണിനി, മൂഢധീഹി, അയ്യേ മൂഢൻ, മൂഢബുദ്ധി,
എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അദ്ദേഹം തീരെ IQ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. പരിഹസന്തിസ്മ, പരിഹസിക്കുകയായിരുന്നു. അതീവ ദുഃഖിത സഹ ഏവം അചിന്തയ, വളരെ ദുഃഖിതനായിട്ട് അദ്ദേഹം ചിന്തിച്ചു. കുതഹ കിമപി നാവഗച്ഛാമി, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒന്നും മനസ്സിലാവാത്തത്? ബഹുപ്രയത്നം കൃത്വാപി കിമപി ഫലം ന ലബ്ധം, ഒരുപാട് ഞാൻ പ്രയത്നിക്കുന്നു, പക്ഷെ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. തലയിലേക്ക് അങ്ങോട്ട്, നമ്മളൊക്കെ പറയാറില്ലേ, തലയിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ് ആയിരുന്നു അത്രേ. അഹമിപി ദൂരാത് അന്യ ഇവ പഠനാർത്ഥം ഏതത് തീർത്ഥമാഗതോസ്മി, ഞാനും ഇവരെയൊക്കെ പോലെ തന്നെ വളരെ ദൂരത്ത് നിന്ന്, ശാലാതുര ഗ്രാമത്തിൽ നിന്ന്, ലാഹോറിൽ നിന്ന് ഇങ്ങ് കാശ്മീരിലെ തക്ഷശില വരെ വന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് മറ്റുള്ളവരെ പോലെ. ഇതരേതു, മറ്റുള്ളവരാകട്ടെ, പഠിതാനി കാര്യാണി അവഗച്ഛന്തി പ്രശ്നാനാം ഉത്തരാണി ദദതിച്ച, മറ്റുള്ളവർക്കാകട്ടെ അവരൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്, അവരോട് ആചാര്യൻ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി പറയണമുണ്ട്. കിം അഹം മൂഢഹസ്യാം, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ മൂഢനായിട്ട് തുടരുന്നു? കിം കർത്തവ്യം, എന്താണ് ഞാൻ ചെയ്യുക? കോപി മാർഗോന്ന ദൃശ്യത്, ഒരു മാർഗം, ഒരു വഴിയും കാണുന്നില്ല. ഗൃഹം പ്രതിഗച്ഛാമി, എന്നാ പോട്ടെ, തിരിച്ചെന്റെ വീട്ടിലേക്ക് തന്നെ പോവാ, ഇവിടുന്ന് പഠിത്തം നിർത്തി പോവാ. അതായത് TC വാങ്ങിച്ച് കോഴ്സ് പാസ്സായിട്ട് പോവല്ല, ഇടയിൽ വെച്ച് പോവന്നെ. ഗൃഹം പ്രതിഗച്ഛാമി ഏവം വിചിന്യ സഹ കമപി കിമപി നോക്ത്വ തതഃ ഗൃഹം ആഗച്ഛത്, ആരോടും ഒന്നും പറയാതെ, കമപി ആരോടും, കിമപി ഒന്നും, തിരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് ഒളിച്ചോടിപ്പോയി എന്ന് വേണം പറയാൻ, അല്ലെ? അങ്ങനെ വീട്ടിലെത്തി, ദാക്ഷിയുടെ അടുത്തെത്തി, വീട്ടിൽ അമ്മയെ സഹായിച്ച് അങ്ങനെയൊക്കെ കഴിയും. കതിപയ ദിനാനന്തരം സഹ മാത്രാ ദാക്ഷ്യാസാകം ജലമാഹർത്തും നദീം അഗച്ഛത്, അമ്മയോടൊപ്പം അദ്ദേഹം വെള്ളമെടുക്കാനായിട്ട് അമ്മയോടൊപ്പം പോയി, കുടമൊക്കെ ആയിട്ട്, അല്ലെ? ഇന്നത്തെ പോലെ പൈപ്പ് സംവിധാനമൊന്നുമില്ല. പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് കോരി കൊണ്ടുവരുന്ന, അല്ലെ? കിണറില്ലാത്ത സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യേണ്ടി വരും. ദൈനിക ക്രമ ഇവ മാതാ കുംഭേ ജലം പൂരയിത്വ തടകതേ ശിലാതലേ ന്യസ്യതി സ്മ, അമ്മ എല്ലാ ദിവസവും കുടത്തിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഒരു കല്ലിലേക്കാണ് ആദ്യം വെക്കുക, പിന്നെ അതിനുശേഷം കല്ലിൽ നിന്ന് കൊണ്ടുപോകും. അപ്പൊ അമ്മയും ആ നാട്ടുകാരും ഒക്കെ ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്ത് എന്താണ്, കല്ലിന് വരെ ആ കുടം വെച്ച സ്ഥലത്ത് അവിടെ ഒരു പാട് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്, അല്ലെ? അതിന്റെ സൈഡിൽ, ഓരോ കഥയുടെയും സൈഡിൽ നിങ്ങൾക്കൊരു ബോക്സിൽ കാണാം. ആ അത്രയും പാരഗ്രാഫിലെ കാര്യം ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ ചോദ്യത്തില് ചുരുക്കി പറയാനൊക്കെ പറയും, സംഗ്രഹിച്ചെഴുതുക. അപ്പൊ സംഗ്രഹിച്ചെഴുതുമ്പോൾ ഇതാണ് അതിന്റെ സംഗ്രഹം. ശിലായാമപി പരിണാമോ ഭവതി, കല്ലിനു പോലും മാറ്റം സംഭവിക്കുന്നു. അപ്പുറത്തെ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പേജ് നമ്പർ 34 സഹ അതീവ ദുഃഖിത എന്നാണ്. അദ്ദേഹം വളരെ ദുഃഖിതനാണ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് കൊണ്ട് അദ്ദേഹത്തിന് ദുഃഖമാണ് പറയുന്നത്. അടുത്ത ഈ ഒരു പാരഗ്രാഫ് കൊണ്ട്, അല്ലെങ്കിൽ 1-2 പാരഗ്രാഫ് കൊണ്ട് കല്ലിൽ പോലും മാറ്റം സംഭവിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത് എന്നാണ് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പോ സാ പുത്രമേവം അവത്, അമ്മ ആ മകനോട് പറഞ്ഞു, പുത്ര നിരന്തരം ഘടവിന്യാസേന തത് അധോഭാഗസ്യ ചിഹ്നം ശിലോപരിന പശ്യസിക്കും. നിരന്തരം ഘടവിന്യാസേന, എപ്പോഴും ഇങ്ങനെ ഘടം ഇവിടെ വെക്കുന്നതുകൊണ്ട്, തത് അധോഭാഗസ്യ ചിഹ്നം, ആ കുടത്തിന്റെ അടിയിലുള്ള ആ ചിഹ്നം, അതിന്റെ എന്തെങ്കിലും ഒരു പാടുണ്ടെന്ന് വിചാരിക്കാം, ആ പാട് അതേപോലെ ഈ കല്ലിൽ പോലും പതിയുന്നു. അതായത് കല്ലിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, നല്ലോണം കൊത്തിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കല്ലിൽ വരെയുള്ളൂ. പക്ഷെ ഇത് ദിവസവും വെക്കുന്നുണ്ട്, നിരന്തര അഭ്യാസം കൊണ്ട്, എന്നും ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കല്ലിൽ പോലും മാറ്റങ്ങൾ വരുത്താം, അല്ലെ? ഏവം ശിലായാമപി പരിണാമോ ഭവതി തഥാപി കിംനു ഖലു ത്വയിന, പക്ഷെ നിനക്ക് മാത്രം എന്താ ഒരു മാറ്റം വരാത്തത്? കഷ്ടേയം ദശ, ഇതൊരു കഷ്ടാണ് എന്ന് അമ്മ സ്വയം ഇങ്ങനെ വിലപിക്കുകയാണ്. പ്രശ്നോയം തസ്മിൻ ചിന്താധാരാഹ അജനയ, ഇത് കേട്ടിട്ട് ആ പാണിനിയുടെ ഉള്ളിൽ ചില ചിന്തകൾ ഉണ്ടാക്കി. ഏവം സഹ, ഇവിടെ എന്നെ ആവശ്യമില്ല, അല്ലെ? അമ്മ പോലും എന്നെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഞാൻ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളായി മാറി, ഏറ്റവും നല്ല ഉയർന്ന കഴിവുള്ള ഒരാളായി മാറിയിട്ടേ ഇനി തിരിച്ചു വരുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. സഹ വിദ്യാലാഭാർത്ഥം തപശ്ചരിതും നിർണയനായ, തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാം ഉപേക്ഷിച്ച് ഊണിലും ഉറക്കത്തിലുമൊക്കെ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ സാധൂകരിക്കുക എന്നുള്ളതിനെയാണ് തപസ് എന്ന് പറയുക. ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ അദ്ദേഹത്തിന്റെ
കണ്ടുപിടുത്തം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ആ വിഷയത്തിൽ സകലതും മതിമറന്ന് അതിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അതിനെ തപസ് എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ചു നേരം പഠിക്കും, പിന്നെ കുറച്ചു നേരം അവന്റെ കളികള്, മറ്റു വിഷയങ്ങൾ, മറ്റേതിങ്ങനെ, പിന്നെ അതേ മറന്നു പോകുന്ന രീതിയിലല്ല, അതിനെ തപസ് എന്ന് ഒരിക്കലും പറയില്ല. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? വിദ്യ അഭ്യസിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. തക്ഷശിലയിലേക്ക് പോയാൽ ശരിയാവില്ല, അവിടെ ഈ സതീർത്ഥന്മാരുടെ പരിഹാസം. അതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് സഞ്ചരിച്ചു. ഒരു ഐതിഹ്യം, പാഠപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ പൊതുവെ പറയുന്ന ഐതിഹ്യം, അദ്ദേഹം അങ്ങ് കാശ്മീരിൽ, ലാഹോറിൽ നിന്ന് തുടങ്ങി, കാശ്മീരിൽ നിന്ന് തുടങ്ങി അങ്ങനെ 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 നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ചിദംബരം എന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ നടരാജ വിഗ്രഹങ്ങൾ അല്ലെ, അവിടെയാണ്. നടരാജ പ്രതിഷ്ഠയാണ് ചിദംബരം അമ്പലം. അവിടെ ഈ ഭരതനാട്യമൊക്കെ പഠിക്കുന്നവര് ഗുരുവായൂർ അരങ്ങേറ്റം ചെയ്യും. പക്ഷെ തമിഴ്നാട്ടില് ചിദംബരത്താണ് അവർ അരങ്ങേറ്റത്തിന് പ്രാധാന്യം കൊടുക്കുക. കാരണം നടരാജനാണ്, ശിവൻ നടരാജമൂർത്തിയായിട്ടാണ്, നൃത്തം ചെയ്യുന്ന പരമശിവനായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഏറ്റവും കൂടുതൽ നടരാജ വിഗ്രഹങ്ങൾ ഖനനം ചെയ്ത് കുഴിച്ചെടുത്തതും തമിഴ്നാട് ഭാഗത്തു നിന്നാണ്. അപ്പൊ തമിഴ്നാട് ഭാഗത്ത് ശിവനെ നർത്തകനായിട്ടുള്ള ശിവനായിട്ടാണ് അവിടെ ആരാധിക്കുന്നത്. അപ്പൊ ആ ഭാഗത്ത് വരെ വന്നു എന്നാണ് പറയുന്നത്. തപസ് ചെയ്ത് അദ്ദേഹം ആ ഭാഗത്ത് വരെ വന്നു. കഠിനേന തപസ നടരാജം മഹാദേവം പ്രത്യക്ഷീചകാര. കഠിനമായ തപസ്സുകൊണ്ട് പരമശിവനെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രത്യക്ഷീചകാര. അപ്പോ അവിടെ ഒരു ശ്ലോകം നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുണ്ട്. ആ ശ്ലോകത്തിന്റെ ആശയമാണ് ഇനി പറയുന്നത്. നന്ദികേശ്വരൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകത്തിൽ പറയുകയാണ് ഈ കഥ. ബാക്കി ഈ ഭാഗം നന്ദികേശ്വരന്റെ ഒരു ശ്ലോകത്തിൽ നിന്നാണ് കിട്ടിയത്, ഇനി പറയാൻ പോകുന്ന ഭാഗം. അപ്പൊ ഇദ്ദേഹം ഒരു സ്ഥലത്ത് എത്തി, പരമശിവനെ അന്വേഷിച്ച് ചിദംബരത്ത് എത്തി. അങ്ങനെ അവിടെ തില്ലവനം എന്നൊരു കാടുണ്ട്. ആ കാടിന്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തിന് ശിവദർശനം ഉണ്ടായത്. ശിവൻ അവിടെ താണ്ഡവ നൃത്തം കളിക്കുകയായിരുന്നു. സനകൻ, സനന്ദൻ, സനത്കുമാരൻ എന്നൊക്കെ പറയുന്ന കുറെ ശൈവ സിദ്ധന്മാരുണ്ട്. ആ സിദ്ധന്മാർക്ക് വേണ്ടി, ആ സിദ്ധന്മാരുടെ മുമ്പിൽ അദ്ദേഹം താണ്ഡവ നൃത്തം ചെയ്തു. ഇത് പാണിനി കാണാനിടയായി. പാണിനി മഹർഷി ഇത് കാണാനിടയായി. ഇതൊക്കെ ബാക്കിയൊക്കെ കഥയാണ്, ഐതിഹ്യമാണ്. അപ്പോ ഈ നൃത്തം ചെയ്തതിന്റെ ശേഷം പരമശിവൻ 14 വട്ടം തന്റെ ഢക്ക കൊട്ടി. 14 വട്ടം കടകടകടൻ കടകടകടൻ കടകടൻ അല്ലെ, ആ ഢക്ക 14 വട്ടം കൊട്ടി. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകത്തിന്റെ ആശയം മുകളിൽ കാണാം. നൃത്താവസാനെ നവ പഞ്ചവാരം. നവ എന്ന് പറഞ്ഞാൽ 9, പഞ്ച എന്ന് പറഞ്ഞാൽ 5. 9ഉം 5ഉം കൂട്ടിയാൽ എത്രയാ? 9 + 5 14. 14 വട്ടം ധ്വനിതം ഢക്കാനിനാദം. ആ 14 വട്ടം കൊട്ടിയതിനെ പാണിനി മഹർഷി എന്ത് ചെയ്തു എന്നറിയാമോ? തന്റെ ചെവികൾ കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് റെക്കോർഡ് ചെയ്തു. ഇന്നാണെങ്കിൽ നമ്മൾ മൊബൈലിൽ വോയിസ് റെക്കോർഡർ ഇട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യും. പക്ഷെ പണ്ട് അതൊന്നുമില്ല. അദ്ദേഹം തന്റെ ചെവി കൊണ്ട് ആ ശബ്ദങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തു എന്നാണ് ഐതിഹ്യം കേട്ടോ. അപ്പോ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദങ്ങളെയാണത്രേ 14 മഹേശ്വര സൂത്രങ്ങൾ എന്ന് പേരിൽ വിളിക്കുന്നത്. ആ 14 മഹേശ്വരങ്ങളാണ് ശബ്ദബ്രഹ്മം എന്ന് അദ്ദേഹം. ബ്രഹ്മം എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ, ഈശ്വരന്റെക്കാൾ മുകളിലുള്ളതാണ് ബ്രഹ്മം എന്നാണ് പറയാം. എല്ലാ ഈശ്വരന്മാരും ബ്രഹ്മത്തിന്റെ ഓരോ രൂപങ്ങൾ, പരബ്രഹ്മത്തിന്റെ ഓരോ രൂപങ്ങൾ എന്നാണ് വേദാന്തികൾ പറയാറ്. അപ്പൊ ശബ്ദമാണ് ഇവിടെ ബ്രഹ്മം. ആ ശ്ലോകം അതിനു മുമ്പ് എന്താണ്? ശബ്ദബ്രഹ്മത്വേന വിജ്ഞായ സഹ മഹേശ്വര സൂത്ര രൂപേണ പ്രത്യഭിജാനാദിസ്മ. അതിനെ തിരിച്ചറിഞ്ഞു. ഈ 14 കൊട്ടുകളെ മഹേശ്വര സൂത്ര രൂപങ്ങളായിട്ട് തിരിച്ചറിഞ്ഞു. തദുക്തം നന്ദികേശ്വരേണ സ്വകീയ കാരികായ. നന്ദികേശ്വരൻ എന്നൊരാൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. എന്താണ് ശ്ലോകം? നൃത്താവസാനേ നടരാജരാജോ നനാദഠക്കാം നവപഞ്ചവാരം. ഇതർത്ഥം, നൃത്താവസാനത്തിൽ നടരാജരാജൻ പരമശിവൻ ഢക്കാം നനാദ, ഢക്ക കൊട്ടി നാദം ചെയ്തു, നാദമുണ്ടാക്കി. എത്ര വട്ടം? നവപഞ്ചവാരം, 9, 5, 14 വട്ടം. എന്തിനാണ് കൊട്ടിയത്? ഉദ്ധർത്തുകാമ സനകാദി സിദ്ധാൻ. സനകൻ, സനന്ദൻ, സനത്കുമാരൻ പോലുള്ള സിദ്ധന്മാരെ ഉദ്ധരിക്കുവാൻ വേണ്ടി, അവർക്ക് ആനന്ദം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊട്ടിയത്. പക്ഷെ ഇത് പാണിനി അപ്പുറത്തിരുന്ന്, പാണിനിയുടെ തപസ്സിന്റെ ഫലമായി പാണിനിക്കും ഇത് കാണാനിടയായി, പാണിനിക്കും ഇത് അനുഭവിക്കാൻ ഇടയായി. ഏതദ്വിമർശേ ശിവസൂത്രജാലം. ഇതിനെയാണ് ശിവസൂത്രം, മഹേശ്വര സൂത്രം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ കൊട്ടുകൾ എന്ന് നമുക്ക് റെക്കോർഡ് ചെയ്ത ആ ശബ്ദങ്ങൾ ഇന്നും ഓരോ സംസ്കൃത വിദ്യാർത്ഥി അധ്യാപകനും
ഒക്കെ പഠിക്കുന്നുണ്ട് ആ മഹേശ്വരൻ കൊട്ടിയ അന്നത്തെ ആ കൊട്ട്. നോക്കാം. അയ്യുണ്, ഇതാണ് ആദ്യത്തെ കൊട്ട് കേട്ടോ. കേട്ടാരോ ഡെക്കാനാദം പോലെ നിങ്ങൾ തോന്നും. റിളുക്ക് രണ്ടാമത്തെ. 3 ഏയോങ്, അയ്യൗച്ച്, ഹയവരട്, ലെണ്, യമങ്ങണ നമ്, ഝഭഞ്ഞ്, ഘടധഷ്, ജബഗഡദശ്, ഖഭചടതവ്. കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒരു എന്തോ ഫലിതം പറയുകയാണെന്ന് വിചാരിക്കും അല്ലെ. കപയ്, ശഷസര്, ഹല്. 14 അല്ലെ. എന്താ ഇത് വെറും കൊട്ട് മാത്രമാണോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ടാകും, കേട്ടിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകും. അതെ, ആദ്യത്തെ വർണ്ണങ്ങൾ നമ്മുടെ അക്ഷരമാലയിലെ വർണ്ണങ്ങളാണ്. പിന്നെ ഒരു ചില്ലക്ഷരമുണ്ട്, അയ്യു ഉണ്ട്, അ ഇ ഉ ന്, ഋ ക്, എ ഓ ങ്, ഐ ഔ ച് അല്ലെ. അവസാനം ഒരു ചില്ലക്ഷരം ഉണ്ടാവും, പിന്നെ കുറെ വർണ്ണങ്ങളും ഉണ്ട്. ഇതൊരു പ്രത്യേക തരത്തിൽ അടുക്കിയതാണ്. നിങ്ങൾക്ക് ആ വ്യാഖ്യ എന്ന അടിവരയിട്ടതിന്റെ താഴെ ഭാഗം ഒന്ന് നോക്കൂ. ഇതിൽ ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാണാം. ആ ഇ ഉ എന്നത് നിങ്ങൾ കണ്ടു, ശുദ്ധസ്വരാഹ, കണ്ടില്ലേ? ആ ഇ ഉ. ആദ്യത്തെ മഹേശ്വര സൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? അതിലുള്ളവ മുഴുവൻ ശുദ്ധമായ സ്വരങ്ങളാണ്, കറ കളഞ്ഞ സ്വരങ്ങളാണ്. ആ ഈ ഉ ഇതൊക്കെ സ്വരങ്ങളാണ്. ഇനിയോ ഋക്ക്, അതിലെ ആ ചില്ലക്ഷരം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഋ, ഇത് വ്യഞ്ജനയുക്ത വ്യഞ്ജനത്തിന്റെ സ്വഭാവമുള്ള സ്വരങ്ങളാണ്. എന്നുള്ള ഒരു വ്യഞ്ജന സ്വഭാവം ഉണ്ട് അല്ലെ, രാ എന്നുള്ള സ്വഭാവമുണ്ട്. ള്, അതെ, നമ്മള് സംസ്കൃതത്തിലുള്ള പ്രത്യേകതയാണ്. ആ ഈ ഉ ഋ ഉണ്ട് സംസ്കൃതത്തിൽ. അതുപോലെയുള്ള ഒരു തൊട്ടടുത്ത് തന്നെ വേറെ സ്വരമാണ് ള് എന്ന അക്ഷരം. മലയാളത്തിൽ ഇത് പണ്ട് ഉപയോഗിക്കായിരുന്നു. ക്ലിപ്തം, സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം എന്നുള്ളതിൽ പണ്ട് ഈ അക്ഷരമാണ് ഉപയോഗിക്കുക. അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇതായിട്ട് കാണിച്ചു തരാം. ള് എന്ന ഒരക്ഷരം, അതായത് ഒരു പുള്ളിയും രായും ചേർത്ത് എഴുതുന്നതാണ് മലയാളത്തിലെ ള് എന്ന അക്ഷരം. സംസ്കൃതത്തിൽ പ്രത്യേക ദേവനാഗിരി പ്രത്യേക അക്ഷരമില്ല, അതുകൊണ്ട് ലാ എഴുതിയിട്ട് ഋ ആക്കിയിട്ടാണ് ള് എഴുതാറ്. ശരിക്കും മലയാളത്തിൽ ഇതിന് പ്രത്യേക അക്ഷരം തന്നെ ഉണ്ട് ളയ്ക്ക്. അത് ഇപ്പൊ ഉപയോഗിക്കാറുണ്ടല്ലേ, അപ്പൊ അത് ള ആയിട്ട് മാറി. ക്ലിപ്തമാക്കി, ക്ലിപ്തം കാ ല ആയിട്ട് മാറി. പക്ഷെ ഇത് പ്രത്യേക അക്ഷരം ഉണ്ടായിരുന്നു, ള് എന്ന അക്ഷരം ഉണ്ടായിരുന്നു. അപ്പൊ ഋ വ്യഞ്ജനത്തിന്റെ സ്വഭാവമുള്ള സ്വരങ്ങളാണ്. ഇനിയോ അടുത്ത നോക്കൂ, എ ഓങ്ങും ഐ ഔച്ചും. എ ഓ ഐ ഔ, ഈ രണ്ടെണ്ണം എന്താകുന്നു? എ ഓ ഐ ഔ സന്ധ്യക്ഷരങ്ങളാണ്. ആയും ഈയും ഊയും കൂടി ചേർന്നുണ്ടായ അക്ഷരങ്ങളാണ് എയും ഓയും ഐയും ഔവും. ഓക്കെ. ഹയവരട്ട് ലെണ് എന്ന അടുത്ത 2 സൂത്രങ്ങൾ നോക്കുക. മഹേശ്വര സൂത്രങ്ങൾ 5ഉം 6ഉം നോക്കുക. ഹയവരട്ടും ലെണും. അതിലെ ആ ഹ ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവ എന്തൊക്കെയാണ്? യാ വ ര ല, അതായത് യാ ര ല വ എന്ന അക്ഷരങ്ങളാണ്. യാവാരാലയെ അന്തസ്ഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അന്തസ്ഥം എന്ന് വെച്ചാൽ ഇടയിലുള്ളവ, അതായത് സ്വരങ്ങൾക്കും വ്യഞ്ജനങ്ങൾക്കും ഇടയിലാണ് അവയുടെ ഉച്ചാരണം എന്നർത്ഥം അല്ലെ. സ്വരങ്ങൾക്കും വ്യഞ്ജനങ്ങൾക്കും ഇടയിൽ ഉച്ചാരണമുള്ളവ. വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മള് അക്ഷരമാലയിൽ ക ഖ ഗ ഘ ങ, ക ച ഛ ജ ഛ ഞ ട ഠ എന്ന് പറയുമല്ലോ. ഇവയൊക്കെ ഇംഗ്ലീഷിൽ അവര് സോളിഡ്സ് എന്നാണ് പറയുക. സോളിഡ് ആണ്, അല്ലെ, സോളിഡ് ഉച്ചാരണമുള്ളവയാണ്. അതേസമയം എരലവ കഴിഞ്ഞിട്ട് പിന്നെ ശ സഹ, അവയെ ഗ്യാസസ് എന്നാണ്, എന്നൊക്കെ ഊഷ്മാക്കൾ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അപ്പൊ സോളിഡ്സിന്റെയും ഗ്യാസസിന്റെ ഇടയിൽ നിൽക്കുന്നത്, അതായത് ഒരു ലിക്വിഡ് രൂപത്തിലുള്ളവ, ഒഴുകുന്നവ അല്ലെ. കുറച്ച് സോളിഡിന്റെയും സ്വഭാവമുണ്ട്, കുറച്ച് ഗ്യാസിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ടും അന്തസ്ഥങ്ങൾ, ഇടയിലുള്ളവ എന്ന് പറയാം. യരലവങ്ങൾ അന്തസ്ഥങ്ങളാകുന്നു. ഇനിയോ ഞമങ്ങണ നമ, ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓർഡർ ഒന്ന് തിരിച്ചിട്ടാൽ കഖ ഗഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ, അതിന്റെ ഓർഡർ ഒന്ന് തിരിച്ചിട്ടതാണ് അല്ലെ. ഇങ്ങനെയാവും. ങ ഞ ന ന മ എന്നുള്ള ഓർഡർ ഒന്ന് തിരിച്ചിട്ടതാണ്. ഇതെന്താണ്? എല്ലാത്തിന്റെയും അനുനാസിക അക്ഷരങ്ങൾ, അനുനാസിക വ്യഞ്ജനാനി എന്ന് കാണാം. അതുപോലെ അടുത്ത 2 സൂത്രം നോക്കൂ, 8ഉം 9ഉം. ജഭഞ്ഞും ഘടദശും. അതിലെ അവസാനത്തെ 2 കളിയ ജ ഭ ഘ ഠ ധ, അതായത് ക ഖ ഗ ഘ ച ഛ ജ ഝ ട ഠ ഡ ഠ. അതിലെ 4ാമത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ ഉള്ള അക്ഷരങ്ങളാണ് അവ. വർഗ
ചതുർത്ഥങ്ങളാണ് നാലാമത്തവ, അല്ലെ? ഇനി അടുത്തത് നോക്കൂ, അടുത്ത 10ാമത്തെ സൂത്രം ജപഗഡദശ്. അതൊന്ന് ഓർഡർ തിരിച്ചിട്ടാൽ ഗജഡദബ, കചടതപ ഖചടതപ ഗജഡതപ എന്ന സൂത്രത്തിലെ അതിലെ മൂന്നാമത്തെ ഓർഡറിലെ മൂന്നാമത്തേതായിട്ട് വരും. കഖ ഗഖ ങ്ങയിലെ മൂന്നാമത്തവയാണ്. ഇത് ശരിക്കും നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയാലേ അത് ബാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് പറയണം, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുണ്ടോ? ഓക്കെ. 11ഉം 12ാമത്തെയും സൂത്രങ്ങൾ നോക്കുക. ഖപ ഛഠഥ ചട്ടതവ് കപയ്. ഇത് വർഗങ്ങളിലെ 1ാമത്തെയും 2ാമത്തെയും, അതായത് കചടതപയും ഖചടതപയും ഓർഡർ ഒന്ന് തിരിച്ചിട്ടതാണ് ഇവ. അപ്പോ ആ ഓർഡറിൽ നിങ്ങൾക്ക് കാണാം. ഖപ ചട്ടത വർഗ ദ്വിതീയ വ്യഞ്ജനാനി ചട്ടത കപ വർഗ പ്രഥമ വ്യഞ്ജനാനി. ഇത് കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പം മനസ്സിലാവും. മാഷ ഒരു കവിതയില് കചടതപ കുറച്ചനി കേട്ട കദളിപ്പഴം ഖചടതപ വർഗ ദ്വിതീയങ്ങൾ വെച്ചിട്ടാണ്. കൈക്ക് നിതനിയ കദളിപ്പഴം ഗജഡദബ കൈപ്പെനിക്കിഷ്ടമാണ് ഏറെയേട്ട ഖചടതപ ഒട്ടും കൊടുത്തില്ല കൊതിയനേട്ടൻ ngഞ്ഞണനമ കിണുകിണെ ചിണുങ്ങി കുഞ്ഞനിയൻ. അപ്പൊ ഇത് ഈ വർഗപ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥ പഞ്ചമങ്ങൾ വെച്ചിട്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഒരു കുട്ടി കവിതയാണ്. പക്ഷെ അതിൽ ഇതിന്റെ ഉച്ചാരണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോ അതുവരെ വന്നു. ഇനി അടുത്ത സൂത്രം നോക്കൂ, അതായത് 13ാമത്തെ സൂത്രം ശഷസര് എന്നാണ്. ഇത് ശഷസരും ഹല്ലും രണ്ടും കൂടി 13ഉം 14ഉം ചേർക്കുക. അതിലെ രിവും ലും കളയാം. ശഷസഹ ഇതൊക്കെ ഊഷ്മാക്കളാണ്, അതായത് ഗ്യാസസ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ആ ഇതൊക്കെ വായുവിനാണ് പ്രാധാന്യം. ഇതിന്റെ ഉച്ചാരണ സ്ഥാനം വരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പാണിനി ഇതിനെ വർഗീകരിച്ചത്. അതിന് അദ്ദേഹത്തിന് നിദാനമായി കിട്ടിയത് ഈ മഹേശ്വരന്റെ ഢക്കാനാദത്തിൽ നിന്നാണ് അത്ര അദ്ദേഹത്തിന് ഇത് മുഴുവൻ കിട്ടിയത് എന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഈ സൂത്രങ്ങൾ വെച്ചും കൊണ്ട് അദ്ദേഹം വലിയൊരു സംസ്കൃത വ്യാകരണ ഗ്രന്ഥം തന്നെ എഴുതി. എല്ലാവരും മൂഢൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ പാണിനി സംസ്കൃത വ്യാകരണ ഗ്രന്ഥം തന്നെ എഴുതി. അതിന്റെ പേരാണ് അഷ്ടാധ്യായി. 8 അധ്യായങ്ങളോടാണ് കൂടിയാണ് ആ പുസ്തകം ഉള്ളത്. അതുകൊണ്ട് ആ പേരും അങ്ങനെ തന്നെയാണ്, അഷ്ടാധ്യായി എന്നാണ് പേരിട്ടിരിക്കുന്നത്. 8 അധ്യായങ്ങളിലൂടെ സംസ്കൃത വ്യാകരണത്തിന് ചിട്ടയായ ഒരു പദ്ധതി. അത് ശരിക്കും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെയാണ് അദ്ദേഹം എഴുതിയത്. ഓരോരോ വ്യാകരണ സൂത്രങ്ങളാണ്. ആ വ്യാകരണ സൂത്രം അടുത്ത കണക്കൊക്കെ ചെയ്യുന്ന പോലെ വ്യാകരണം ചെയ്യാൻ പറ്റും. അതായത് 2 പദങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒരു കണക്ക് കൂട്ടുന്നാൽ ഗണിതജ്ഞൻ എങ്ങനെയാണോ മാത്സിൽ ചെയ്യുന്നത് അതുപോലെ കൃത്യമായിട്ട് ഇന്ന നിയമങ്ങൾ, അടുത്ത നിയമം കൊണ്ട് ഇന്നത് സംഭവിക്കും, അടുത്ത നിയമം കൊണ്ട് ഇത് സംഭവിക്കും. കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്, സയൻസുകാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലെ. H2O2 കൂട്ടിച്ചേർന്നാൽ അല്ലെ 2H2O എന്നൊക്കെ ആയിട്ട് അവർ എഴുതില്ലേ. ഇതേപോലെ റിയാക്ഷൻ പോലെ 2 വർണ്ണങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്താൽ എന്താവും. ഇങ്ങനെ കൃത്യമായ ഒരു സയന്റിഫിക് മെത്തേഡില് പാണിനി ഇത് ചിട്ടപ്പെടുത്തി 8 അധ്യായങ്ങളിലൂടെ സംസ്കൃതത്തിന് കൃത്യമായ ഒരു വ്യാകരണ പദ്ധതി ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേന്മ. നോക്കാം, ഇത്രയും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ മഹേശ്വര സൂത്രങ്ങളെ കൊണ്ട് ഒരു പഠനാധികം അവിടെ പറയുന്നുണ്ട്. പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുക. എന്താണ് പ്രത്യാഹാരം? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ആ ആദ്യത്തെ സൂത്രം നിങ്ങൾ എടുക്കുക, 1ാമത്തെ സൂത്രം, ആ മഹേശ്വര സൂത്രാണി. ആ ഈ ഊണ് എന്ന സൂത്രത്തിൽ ഞാനൊരു പ്രത്യാഹാരം ഉണ്ടാക്കുകയാണ്. അണ്ണ് എന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. അപ്പൊ അണ്ണ് എന്ന പ്രത്യാഹാരം കേൾക്കുമ്പോ പ്രത്യാഹാരത്തിന്റെ അവസാനത്തെ ചില്ലക്ഷരം എന്താണെന്ന് നോക്കുക. ന് ആണ് അല്ലെ. ആദ്യം പറഞ്ഞ വർണ്ണം, സ്വരം അല്ലെങ്കിൽ വ്യഞ്ജനം എന്താണോ അതെന്താണെന്ന് നോക്കുക. ആ സ്വരം മുതൽ ആ പ്രത്യാഹാരം വരെ അതിന്റെ ഇടയിലുള്ള സകല വർണ്ണങ്ങളെയും പറയാനുള്ള ഒരു എളുപ്പ വഴിയാണ് പ്രത്യാഹാരം. പണ്ണ് പ്രത്യാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാ? ആ, ഈ, ഉ. എന്നാ പോട്ടെ, അടുത്തൊരു പ്രത്യാഹാരം ചോദിക്കാം. അക്ക് എന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി. അതിൽ വരുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ആരെങ്കിലും ഒന്ന് മൈക്കോൺ ആക്കി ഒന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കൂ. അക്ക് പ്രത്യാഹാരം അയ്യുണും ഋളുക്കും ചേർന്നിട്ടുള്ള ഒരു പ്രത്യാഹാരമാണ്. എന്തൊക്കെയായിരിക്കും അതിലെ വർണ്ണങ്ങൾ? ആ, ഈ, ഉ, പിന്നെ
തെറ്റിപ്പോവും എന്ന പേടിയോണ്ട് പറയാതിരിക്കണ്ട, തെറ്റിക്കോട്ടെ. കാരണം തെറ്റിട്ടാണല്ലോ പഠിക്കുക അല്ലെ. അക്ക് പ്രത്യാഹാരത്തിൽ സൂര്യോട് ആ ഈ ഊ റീള്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇക്ക് എന്നൊരു പ്രത്യാഹാരം പറയുകയാണ്. അപ്പൊ അതിലേതൊക്കെ വരും? സൂരജ് അല്ലാതെ വേറെ ആരും പറഞ്ഞോളൂ. ഇക്ക് ഈ മുതൽക്ക് തുടങ്ങണം. ഈ ഉ റീള് അല്ലെ. ഇങ്ങനെ അങ്ങ് എന്നൊരു പ്രത്യാഹാരം പറയുകയാണെങ്കിൽ ആ ഈ ഉ റീള് എ ഓ എങ് ആണല്ലോ. ഇനി അച്ച് എന്നൊരു പ്രത്യാഹാരം പറയുകയാണെങ്കിൽ ആ ഈ ഉ റീള് എ ഓ ഐ ഔ ഇത്രയും വർണ്ണങ്ങളെ ഉദ്ദേശിക്കുന്നവയാണ് അച്ച്. അപ്പൊ അച്ച് അന്തത്തിലുള്ളവയാണ് അജന്തങ്ങൾ. നിങ്ങൾ പഴയ സിദ്ധരൂപ പുസ്തകമൊക്കെ നോക്കുമ്പോൾ കാണാം അജന്തങ്ങൾ എന്ന് കാണാം. അജന്തങ്ങൾ എന്ന് വെച്ചാൽ സ്വരങ്ങൾ എന്നാണ് അർത്ഥം. ആ മുതൽക്ക് ഔ വരെയുള്ളവയാണ് നമ്മൾ സ്വരമായിട്ട് പറയുക അല്ലെ. അപ്പൊ സ്വരങ്ങൾ അന്തത്തിലുള്ളവയാണ് അജന്തങ്ങൾ. ഹലന്തങ്ങൾ എന്നാണ് കാണാം. ഇത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ വ്യഞ്ജനങ്ങളാണ് അല്ലെ. അടുത്ത ഹയവരട്ടിലെ ഹ മുതൽക്ക് അവസാനത്തെ ഹ രണ്ടു വട്ടം ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ചില തന്ത്രങ്ങളാണ്. ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പാണിനി വളരെ കരുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. അവിടെയും ഒരു ഹ, ഇവിടെയും ഒരു ഹ. അപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം വ്യാകരണത്തിലെ പല പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിലൂടെ പാണിനി ചെയ്തു വെച്ചത്. ഏകദേശം മനസ്സിലായി. ഇപ്പൊ പ്രത്യാഹാരങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ. അവസാനം നിങ്ങൾക്ക് ആ പേജ് നമ്പർ 40 എടുക്കൂ. പേജ് നമ്പർ 40 കാണാം രണ്ടാമത്തെ പ്രവർത്തനം. അധോ നിർദ്ദിഷ്ടേഷു പ്രത്യാഹാരേഷു കെ വർണ്ണാഹ അന്തർഭവന്തി. ഈ പറയുന്ന പ്രത്യാഹാരങ്ങളിൽ ഏതൊക്കെ വർണ്ണങ്ങളുണ്ട് എന്ന് എഴുതാൻ. അപ്പൊ മഹേശ്വര സൂത്രം ചൊല്ലി പഠിക്കുക തന്നെ വേണം. ഒരു പ്രശ്നമില്ല. രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇതൊന്ന് ചൊല്ലിയാൽ മാത്രം മതി. വെറുതെ ഒരു വട്ടം ഒന്ന് അല്ലെ പാരായണം ചെയ്താൽ മതി. അയ്യുണ്, ഋളുക്ക്, ഏയോങ്, അയ്യൗച്ച്, ഹയവരട്ട്, ലണ്, ഞമങ്ങണ നമ്, ജഭഞ്ഞ്, ഘടധഷ്, ജപഘടദശ്, ഖപഠത ചടതവ്, കപയ്യ്, ശഷസര്, ഹല്. ഇത് എല്ലാ ദിവസവും ഒന്ന് ഈ ഒരു 16 ഒന്ന് നാമം ചൊല്ലുന്നത് പോലെ അല്ലെ. ഇത് ശരിക്കും ശബ്ദ വൈയാകരണന്മാര് അവരുടെ ബ്രഹ്മം, അവരുടെ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. വളരെ കുളിച്ച് ശുദ്ധമായിട്ടേ ഈ മഹേശ്വര സൂത്രങ്ങൾ ചൊല്ലുകയും കൂടിയുള്ളൂ സംസ്കൃത വൈയാകരണ പണ്ഡിതന്മാര്. അശുദ്ധമായിട്ട് ഇത് ചൊല്ലാറുന്നില്ല. അപ്പൊ നമ്മളതൊന്നും പ്രശ്നമല്ല. ഇത് ഒരു ദൈവികം ആണ് എന്ന് ചിലർ വിശ്വസിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് പഠിക്കാൻ മാർക്ക് കിട്ടേണ്ട സാധനമായതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ ചൊല്ലാം, അല്ലെങ്കിലും ചൊല്ലാം. എന്ത് തന്നെയായാലും ഇത് ചൊല്ലി ഒന്ന് പഠിക്കുക. പ്രത്യാഹാരങ്ങൾ എഴുതാൻ ചോദിക്കും. അപ്പൊ അച്ച് പ്രത്യാഹാരത്തിൽ ഏതൊക്കെ വരും, അല്ല് പ്രത്യാഹാരത്തിൽ ഏതൊക്കെ വരും, ഹല്ല് ഇതൊക്കെ നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ഇക്ക്, എണ്ണ്, ഏച്ച്, ജഷ്, ഔവ്, ലശ് ഈ പ്രത്യാഹാരങ്ങളിൽ വരുന്ന വർണ്ണങ്ങൾ. അപ്പൊ അച്ഛന്ന് എഴുതുക, അല്ലെന്ന് എഴുതുക. ഈ മഹേശ്വര സൂത്രം ചൊല്ലി പഠിച്ചത് സുഖമായിട്ട് എഴുതാൻ പറ്റും. സുഖമായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ നോക്കാം. ഏവം പാണിനിഹി സംസ്കൃത വ്യാകരണ ശാസ്ത്രേ നൂതനാം പ്രണാളീം ഉപാസ്ഥാപയ. പുതിയൊരു പ്രണാളി, പുതിയൊരു പദ്ധതി തന്നെ അദ്ദേഹം ആവിഷ്കരിച്ചു. സുഘടിതസ്യ അസ്യ സംസ്കൃത വ്യാകരണസ്യ. വളരെ സുഘടിതമായിരുന്നു, നല്ല കൃത്യമായ മെത്തഡോളജിക്കൽ ആയിട്ടായിരുന്നു അദ്ദേഹം സംസ്കൃത വ്യാകരണത്തിന് ഇങ്ങനെ ഒരു ചട്ടക്കൂട്, നല്ലൊരു ചട്ടക്കൂട് ഉണ്ടാക്കി. മൂലഭൂതാനി ഭവന്തി ഏതാനി മഹേശ്വര സൂത്രമാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മഹേശ്വര സൂത്രങ്ങളാണ്. അപ്പൊ മഹേശ്വര സൂത്രം പഠിക്കാതെ സംസ്കൃത വ്യാകരണത്തിലേക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് സാരം. പാണിനിഹി സംസ്കൃത വ്യാകരണസ്യ മുഖ്യാചാര്യശ്ച അഭൂത്. അദ്ദേഹം ആണ് സംസ്കൃത വ്യാകരണത്തിന്റെ ഏറ്റവും പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. പാണിനിയാണ് എന്റെ തുടക്കക്കാരൻ, അമരക്കാരൻ. അതിന് മുമ്പേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത കിട്ടി. പാണിനീയ വ്യാകരണം എന്ന് തന്നെ പറഞ്ഞിട്ട് സ്വീകാര്യത കിട്ടി. എന്താണ് വ്യാകരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം? എന്റെ ഡെഫിനിഷനാണ്, അതൊന്ന് വേണമെങ്കിൽ അടിവരയിട്ടോളൂ. വ്യാക്രിയന്തേ അനേന ശബ്ദാഹ ഇതി വ്യാകരണം. ശബ്ദങ്ങൾ ഇതിലൂടെ വ്യാകരിക്കപ്പെടുന്നു. വ്യാകരിക്കപ്പെടുക എന്ന് വെച്ചാൽ വിശേഷമായ ഒരു ആകാരം, വിശേഷമായ ഒരു രൂപം ധരിക്കപ്പെടുന്നു. അതായത് ശബ്ദങ്ങളെ കൃത്യമായി പറഞ്ഞു മനസ്സിലായി. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിന്റെ ഓരോ എവിടെ സബ്ജക്റ്റ് പ്രയോഗിക്കണം, എവിടെ ഒബ്ജക്റ്റ് പ്രയോഗിക്കണം, അല്ലെ, എവിടെ വെർബ് പ്രയോഗിക്കണം, എങ്ങനെ ടെൻസ് ഉപയോഗിക്കണം, ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നത്. ഇതേപോലെ എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ ഗ്രാമർ ഉണ്ട്. സംസ്കൃതത്തിന് വളരെ കൃത്യമായ ചട്ടക്കൂടോടുകൂടിയുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ രീതിയിലുള്ള. അതുകൊണ്ടാണ് സംസ്കൃതം കമ്പ്യൂട്ടറിനെ ഏറ്റവും
പറ്റിയ ഭാഷയെന്ന് പറയാൻ കാരണം ഒരു C++ പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങളിപ്പോ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ രീതിയിലാണ് ഇതിന്റെ ഈ അഷ്ടാധ്യായിയിൽ പാണിനി സൂത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ വ്യാകരണം ഏവ ശബ്ദാനുശാസനം, ശബ്ദങ്ങളെ അനുശാസിക്കുക, നമുക്ക് പറഞ്ഞു തരിക. ശാസനം എന്ന് വെച്ചാൽ ചീത്ത പറയല്ല, കൃത്യമായി ശാസ്ത്ര രീതിയിൽ പറഞ്ഞു തരുന്നതിനാണ് ശാസനം, അനുശാസനം എന്നൊക്കെ പറയും. ശബ്ദങ്ങളെ കൃത്യമായി പറഞ്ഞു തരാം. എങ്ങനെ ഒരു ശബ്ദം പ്രയോഗിക്കുന്നു, എങ്ങനെ ശബ്ദം ചേരുന്നു, എങ്ങനെ ശബ്ദത്തിന്റെ മാറ്റങ്ങൾ വരുന്നു, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. വൈദിക സംസ്കൃതസ്യ തഥാ ലൗകിക സംസ്കൃതസ്യ, അന്ന് പാണിനിയുടെ കാലത്ത് വേദം ഉണ്ട്, വേദം നന്നായി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ വേദകാലഘട്ടത്തിലെ സംസ്കൃതം കുറച്ച് പ്രാചീന സംസ്കൃതമാണ്. കഴിഞ്ഞ ലോക സംസ്കൃതം വന്നപ്പോൾ കുറച്ച് പുതിയ സംസ്കൃതമാണ്. ഇത് രണ്ടും അദ്ദേഹം അതിന്റെ രണ്ടിന്റെയും വ്യാകരണങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ഈ അഷ്ടാധ്യായിലൂടെ പറഞ്ഞു. ചില സൂത്രങ്ങൾ വേദ വ്യാകരണമാണ് എന്ന് പറയും, ചിലത് ലോക വ്യാകരണമാണെന്ന് രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ലൗകിക സംസ്കൃതസ്യ വ്യാകരണസ്യ ഏകത്ര സന്നിവേശാത് പാണിനീയം മാത്രമോ, രണ്ടും കാര്യം പറയുന്നതുകൊണ്ട് ഇത് വളരെ മേന്മയേറിയതായി. വൈദികർക്കും ലൗകികർക്കും, വൈദികർ ഉപയോഗിക്കുന്ന സംസ്കൃതം വൈദിക സംസ്കൃതം, ലോകത്ത് നാട്ടിൽ ഉപയോഗിക്കുന്ന സംസ്കൃതം, ഇത് രണ്ടും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അഷ്ടാനാം അധ്യായാനാം സമാഹാരാത് അസ്യ ഗ്രന്ഥസ്യ നാമ അഷ്ടാധ്യായി ഇതി സിദ്ധം. ഇതിന്റെ ഗ്രന്ഥത്തിന്റെ പേര് അഷ്ടാധ്യായി എന്ന് ആയിത്തീർന്നു. ഈ ഗ്രന്ഥത്തിൽ എത്ര സൂത്രങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. സൂത്രം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫോർമുല എന്നൊക്കെ വേണേൽ പറയാം, അല്ലെ? ചുരുക്കം, അതായത് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നതിനാണ് സൂത്രം എന്ന് പറയാം. അതായത് ശ്ലോക രൂപത്തിലല്ല കൃതി എന്നർത്ഥം, സൂത്ര രൂപത്തിലാണ്. വളരെ ചെറിയ ചെറിയ 5 or 6 വാക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ ഒരു സൂത്രത്തിൽ. ആ സൂത്രത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു തരും. ഇങ്ങനെയാണ്: മഹേശ്വര സൂത്രാണി ഉപയുജ്യ പാണിനിന പ്രത്യാഹാരാഹ നിർമ്മിത. പ്രത്യാഹാരം എന്താന്ന് നമ്മൾ പഠിച്ചു. ഈ മഹേശ്വര സൂത്രങ്ങളിൽ നിന്നാണ് പാണിനി പ്രത്യാഹാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാനുപയോജ്യ സൂത്രരൂപേണ നിയമാഹ തേന നിബദ്ധ. പിന്നെയും പാണിനിയുടെ കുറെ സൂത്രങ്ങൾ എഴുതി. അത് എത്ര സൂത്രം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്? 3995. 3995. എങ്ങനെയാ സംഖ്യ പറയാന്നൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സഹസ്രോത്തര, അല്ലെ? തിരിച്ചും പറയാം, അങ്ങോട്ടും പറയാം, ഇങ്ങോട്ടും പറയാം, രണ്ട് രീതിയിലും പറയാം. പണ്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേ പറയാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടായിരുന്നു. ഇന്നിപ്പോ ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ത്രിസഹസ്രോത്തര, നവശതോത്തര, നവത്യധിക അല്ലെങ്കിൽ പഞ്ചനവതി സൂത്രാണി തത്ര വർത്തന്തെ. ഇനി അവിടെ വ്യാഖ്യായിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നുണ്ട്. 2ാമത്തെ പാരഗ്രാഫ് വ്യാഖ്യാനം, അതായത് പേജ് നമ്പർ 38 വ്യാഖ്യാനം നോക്കൂ. ഗണിതശാസ്ത്രവത് ക്രമീകൃത്യ. ഞാൻ പറഞ്ഞില്ലേ, കണക്ക് ചെയ്യുന്ന പോലെ. ഞാൻ കണക്ക് എന്നല്ല പറയാ, ഞാൻ കെമിസ്ട്രി എന്നാണ് പറയാ. കുറച്ചും കൂടി കെമിസ്ട്രിയിൽ ആ ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ഇതിന് ഇന്നതേ വരൂ, അല്ലെങ്കിൽ ഇതിനിങ്ങനെ 2 രീതിയിൽ വരാം, ഇതിനിങ്ങനെ ഒന്നും വരില്ല എന്ന് കൃത്യമായി. എപ്പോഴും സംസ്കൃതക്കാർ സംശയം ഉണ്ടെങ്കിൽ വ്യാകരണം പഠിച്ച ആൾക്കാരോട് ചോദിക്കാം, അതെന്താണ് അവിടെ അങ്ങനെ. വ്യാകരണം പഠിച്ചാൽ വളരെ നല്ല സ്കോപ്പാണ് സംസ്കൃത വ്യാകരണത്തിന്. അപ്പൊ സംഗ്രഹ്യച്ച പാണിനിന സ്വഗ്രന്ഥേ ഭാഷാ സിദ്ധാന്ത നിർദ്ദിഷ്ട. ഗണിതശാസ്ത്രം പോലെ ക്രമീകരിച്ചിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അമേരിക്ക ദേശീയന ഭാഷാശാസ്ത്രജ്ഞന ബ്ലൂംഫീൽഡ്, അമേരിക്കക്കാരനായ ഒരു ഭാഷാ പണ്ഡിതൻ, ലിംഗ്വിസ്റ്റ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഭാഷാശാസ്ത്രജ്ഞരെ വിളിക്കുന്ന പേരെന്താണ്? ലിംഗ്വിസ്റ്റ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയില്ലേ, ലാംഗ്വേജ്, അതിൽ നിന്ന് ഉണ്ടായ വാക്കാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. അപ്പൊ അമേരിക്കക്കാരനായ ഒരു ഭാഷാശാസ്ത്രജ്ഞ, അവർക്കൊക്കെ അത്ഭുതമാണ്. പാണിനി ഈ 2000-3000 വർഷങ്ങൾക്ക് മുമ്പേ ഈ സംസ്കൃത വ്യാകരണത്തിനുണ്ട് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ശാസ്ത്ര പദ്ധതി. പ്രധാനമായിട്ട് ഞാൻ പറയാൻ കാരണം ഈ ഉച്ചാരണമൊക്കെ ഉണ്ടല്ലോ, ശ, ഇത് ഇവിടെ നിന്ന് ഉച്ചാരിക്കണം, അവിടെ നിന്ന് ഉച്ചരിക്കണം എന്ന് നിങ്ങൾ മുമ്പത്തെ ഒരു പാഠത്തിൽ പഠിച്ചോ സംശയമുണ്ടോ? അതിന് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഉച്ചാരണ എവിടെ നിന്ന് ഉച്ചരിക്കണം എന്ന് പോലും കൃത്യമായിട്ട് പറയുന്ന ഗ്രന്ഥമാണ് പാണിനീയ ശിക്ഷാശാസ്ത്രം എന്നുകൊണ്ട് വേറൊരു ഗ്രന്ഥം. ഇത് ഇംഗ്ലീഷിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്തു വില്യം വിറ്റ്നി എന്ന് പറയുന്ന ആള് ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇംഗ്ലീഷുകാർ പോലും ഇങ്ങനെ ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ തിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വരെ മനസ്സിലാക്കിയത്. ഇംഗ്ലീഷുകാർ പോലും ഇംഗ്ലീഷിൽ അവർ ഈ സംസ്കൃതം പേരിന്റെ നേർ തർജ്ജമയായിരുന്നു കൊടുത്തിരുന്നത്. പല വാക്കുകൾക്കും മൂർധന്യം എന്നൊരു വാക്കുണ്ട്. ചില വാക്കുകൾ വായയുടെ മൂർധാവിൽ നിന്നാണ് ഉച്ചാരണം വരേണ്ടത്. ആ, ക, എന്നൊക്കെയുള്ള വാക്ക് വായയുടെ മൂർധാവിൽ നാവ് തൊട്ട് ഉച്ചരിക്കുന്നവയാണ്. അപ്പൊ അവരന്ന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സെറിബ്രൽസ് എന്നാണ്. ഈ പാണിനിയുടെ പേര് നോക്കിയിട്ട് മൂർധന്യം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ പേര് വെച്ചിട്ടാണ് അദ്ദേഹം
വിറ്റ്നി അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാർ പോലും പല ശാസ്ത്രശാഖകളും നമ്മുടെ സംസ്കൃതത്തിൽ നിന്ന് എടുത്ത് അവർ ട്രാൻസ്ലേറ്റ്, പക്ഷെ അവരത് പുറത്തു വിടില്ല. നമുക്ക് സംസ്കൃതത്തിൽ നിന്നാണ് ഇത് കിട്ടിയെന്ന് അവർ, കാരണം പുറത്തു പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. കാരണം ഭാരതത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അത് നാണക്കേടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അതൊക്കെ മാറിയിട്ടോ. ഇപ്പൊ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ശാസ്ത്രങ്ങളും ശാഖകളും സംസ്കൃതവും ഒക്കെ പഠിക്കാൻ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും ബ്ലൂംഫീൽഡ് പറയുന്നു, പാണിനീയം തു മനുഷ്യബുദ്ധേ ഏകം മഹത്തരം മൂർത്തരൂപം ഭവതി. നമ്മളെ ഈ ശകുന്തളാദേവിയുടെയൊക്കെ ഒരു ബുദ്ധിയെ പറയുന്ന പോലെ അതുപോലെ കണക്കാക്കണം പാണിനിയുടെ ആ ബുദ്ധിയെ എന്ന് ആണ് ബ്ലൂംഫീൽഡ് പറഞ്ഞത്. ഒരു മനുഷ്യബുദ്ധിയിലെ ഏറ്റവും ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു ബുദ്ധിയിൽ ഈ രീതിയിൽ ഒരു ഭാഷയെ ഇത്ര കൃത്യമായി പദ്ധതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് മനുഷ്യബുദ്ധിയുടെ ആ വലിപ്പത്തിന് ഉത്തമ ഉദാഹരണമാണ് എന്ന് ബ്ലൂംഫീൽഡ് വരെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയാം, പ്രസിദ്ധനായ ലിംഗ്വിസ്റ്റ്. ഏവം ശബ്ദാഹ്വയേന ജ്യോതിഷ ശബ്ദപ്രപഞ്ചം പ്രകാശയത്. ഇങ്ങനെ ശബ്ദമാകുന്ന വെളിച്ചത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തെ മുഴുവന് തെളിയിച്ചു എന്നാണ് പറയുന്നത്. ശബ്ദാഹ്വയം ജ്യോതിഹി, ശബ്ദം എന്ന പേരോട് കൂടിയ വെളിച്ചം, ശബ്ദം എന്ന ചെറിയ വിളക്ക് കൊണ്ട് അദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ പ്രകാശം പരത്തി എന്ന് പറയുകയാണ്. ലോകേ സർവത്ര, ഇവിടെ വ്യാകരണസ്യ പ്രവൃത്തി എന്നൊരു വ്യാഖ്യാനം കൂടിയുണ്ട്, അതും ഒന്ന് നോക്കാം. മഹേശ്വര സൂത്രങ്ങളെ കൊണ്ട് എങ്ങനെ പ്രത്യാഹാരം ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. മഹേശ്വര സൂത്രൈ പ്രത്യാഹാരാഹ നിർമ്മാതും ശക്യന്തെ. എന്താണ് പ്രത്യാഹാരത്തിന്റെ ലക്ഷണം? പ്രത്യാഹ്രിയന്തേ വർണ്ണാഹ അനേന ഇതി പ്രത്യാഹാര. വർണ്ണങ്ങളെ പ്രത്യാഹരിച്ചു തരുന്നു, കുറച്ചെണ്ണം എടുത്ത് അതിനെ ഒരു പേരിട്ട് നമുക്ക് തരികയാണ്, അതാണ് പ്രത്യാഹാരങ്ങൾ. ലാഘവേന വർണ്ണാനം പ്രതിപാദനാർത്ഥം ഇമേ പ്രത്യാഹാരാഹ. വർണ്ണങ്ങളെ വളരെ ലഘുവായിട്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഈ ഊറുകൾ ഇത്രയും വർണ്ണങ്ങൾക്ക് എന്ന് പറയുന്നതിനും പകരം എന്ത് ചെയ്യാൻ പറ്റും? അക്ക് എന്നങ്ങോട്ട് പറയുകയുണ്ട് അല്ലെ. അങ്ങനെ ഇത്തരത്തിൽ എളുപ്പ വഴിയിൽ ഷോർട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ചില എളുപ്പ വഴികളാണ്. അണ്ണ്, ഇക്ക്, ഏച്ച്, അച്ച്, ഹസ്, അല്ല് ഇത്യാദേഹ പ്രത്യാഹാര. അച്ച് എന്നതുകൊണ്ട് ഇത്യത്ര അകാരാദാരഭ്യ ഔകാരപര്യന്താഹ വർണ്ണ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ കിട്ടും. ഇക്ക് ഇത്യത്ര ഇകാരാദാരഭ്യ ലകാരപര്യന്താഹ വർണ്ണ. ജസ് ഇത്യത്ര ജകാരാദാരഭ്യ ദകാരപര്യന്താഹ വർണ്ണ. ഇത് സംശയം ചോദിക്കണേ, ഞാൻ മനസ്സിലാവുന്നുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് വേഗത്തിൽ സ്പീഡ് പോകുന്നത്. ജസ് ഇത്യത്ര ജകാരാദാരഭ്യ പറഞ്ഞു. ഏതാദൃശീ ഭവതി പ്രത്യാഹാരാണ പ്രവൃത്തി. ഇനി പ്രത്യേകം സൂത്രാന്തേ ദൃഷ്ടാനി സ്വരരഹിത വ്യഞ്ജനാനി. ശരിക്കും സ്വരം എന്ന വാക്ക് ആ ഈ ഉ അല്ലെ. വ്യഞ്ജനം എന്ന വാക്കിന് നമ്മൾ എന്താ ഉച്ചരിക്കുക? വ്യഞ്ജനങ്ങള് ക, ഖ, ഗ, ഘ. ക എന്നല്ല ശരിയായ വ്യഞ്ജനം, ക എന്നാണ് ശരിയായ വ്യഞ്ജനം. കീനെ നമ്മൾ ആ എന്ന സ്വരത്തോടു കൂടി ചേർത്ത് ഉച്ചരിക്കുകയാണ് പറയാനുള്ള എളുപ്പത്തിൽ അല്ലെ. ക് എന്നാണ് വ്യഞ്ജനം. ക പ്ലസ് ആയാകുന്നു ക, ക പ്ലസ് ഇ ആകുന്നു കി അല്ലെ. ശരിക്കും ആ വ്യഞ്ജനം എന്താണ്? ക്, ഖ്, ഗ, ഘ, ങ് എന്നാണ്. അത് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആ ചേർത്ത് പറയണമെന്നേ ഉള്ളൂ അല്ലെ. അപ്പോ സ്വരരഹിത വ്യഞ്ജനാനി, സ്വരമില്ലാത്ത അതായത് ആ ചില്ലക്ഷരങ്ങൾ ന്, ക്, ങ് ഇത്യാദേഹ പ്രത്യാഹാര നിർമ്മാണായ ഏവ. അപ്പൊ പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിക്ക് ഒരു വാലിട്ട് വെച്ചിരിക്കുകയാണ്. ആ വാല് ചേർത്താണ് പ്രത്യാഹാരം ഉണ്ടാക്കുക അല്ലെ. താനി വർണ്ണത്വേനെന്ന പരിഗണന. അവ വർണ്ണങ്ങളല്ല. അയ്യൂണിന്റെ അവസാനത്തെ ണയും ഇളുക്കിന്റെ അവസാനത്തെ കയും ഒന്നും എന്തല്ല? വർണ്ണങ്ങളല്ല. അത്ര സർവേഷു വ്യഞ്ജനേഷു അകാര ഉച്ചാരണാർത്ഥ. ഈ എല്ലാ വ്യഞ്ജനങ്ങളിലും അകാരം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടാണ്. ഏത്? ഹയവരട്ട് മുതൽക്കുള്ള സൂത്രങ്ങളിൽ കേട്ടോ. ഹയവരട്ട്, ലണ് ഇതിലൊക്കെ എന്താണ് ശരിക്കും ആ വ്യഞ്ജനങ്ങൾ ഹ്, യ്, വ്, ര് എന്നേ പറയേണ്ടതുള്ളൂ. പക്ഷെ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹ എന്ന അകാരം ചേർത്തുച്ചരിക്കണം അല്ലെ. അതാണ്. ഇനി ഒരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജ് നമ്പർ 39 രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം അല്ലെ. വ്യാഖ്യയില് രണ്ടാമത്തെ പാരഗ്രാഫ്. ഇതി ഉക്ത്വ. ഇതൊന്ന് സന്ധി ചേർത്ത് നോക്കൂ, എന്താണ് ഉത്തരം കിട്ടുക? ഇതി അധികം ഉക്ത്വ. സന്ധി ചേർത്താൽ എന്താ കിട്ടുക? ഇത്യുക്ത്വ എന്നാണ് അല്ലെ. സംശയലേശം എന്നേ പറയാം. പക്ഷെ അതിന് പാണിനി ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിലൂടെ അതെങ്ങനെയാ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി പേജ് നമ്പർ 38 വ്യാഖ്യായിൽ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കിക്കോളൂ. പ്രത്യാഹാരാത് കഥം വ്യാകരണ ശാസ്ത്ര പ്രവൃത്തി രീതി യഥാ. പാണിനിയുടെ ഒരു നിയമമാണ് അടുത്തത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇക്കോ എണചി.
കേൾക്കുമ്പോൾ എന്തോ ചൈനീസ് ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇത് പാണിനിയുടെ ഒരു സൂത്രമാണ്. ഇക്കോയണജി, ഇകഹ, ഇക്കിന്റെ സ്ഥാനത്ത്, ഇക്ക് എന്ന പ്രത്യാഹാരത്തിന്റെ സ്ഥാനത്ത്. ഇക്ക് പ്രത്യാഹാരത്തിൽ ഏതൊക്കെയാ വരിക? അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ ഉ ഋ. ഇത് വേണമെങ്കിൽ അവിടെ സൈഡിലൊന്ന് പെൻസിൽ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഇക്കിന്റെ സ്ഥാനത്ത്, ഇഖ സ്ഥാനേ എണ്ണ് വരും. എണ്ണ് എന്ന സൂത്രം, എണ്ണ് എന്ന പ്രത്യാഹാരം കൊണ്ട് എന്തൊക്കെയാണ് വരിക? ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ? നിങ്ങളത് ശരിയാണോ എന്നൊന്ന് പേജ് മറിച്ചൊന്ന് നോക്കുക. എണ്ണ് കൊണ്ട് വരുന്നത് യ് വ് ര് ല്. അതായത് ഏതെങ്കിലും ഒരു ഈ ഉ ഋ ല് ഈ സ്വരങ്ങൾക്ക് ശേഷം അകാരം ഏത് സ്വരവുമാവട്ടെ, സ്വരം വന്നു കഴിഞ്ഞാൽ ഈ ഈയുടെ സ്ഥാനത്തിന് ഈക്ക് പകരം യ് ആയിട്ട് മാറും. അപ്പൊ ഇതി ഉക്ത്വ എന്നുള്ള എടുത്ത് ഇതി എന്നുള്ളതിനെ പിരിച്ചെഴുതാം, ഈ ത് ഇ എന്ന് അല്ലെ? അപ്പൊ അവിടെ ഈ ഒരു ഇ ഉണ്ട്. ഇക്കിലെ ഇക്ക് ഈ വന്നു. ഇനി അപ്പുറത്ത് ഉ, ഉക്ത്വായിലെ ഉ വന്നു. അതൊരു സ്വരമാണ്. അപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാൽ അച്ച് എന്ന പ്രത്യാഹാരം കൊണ്ട് എന്താണ്? ആ ഈ ഊറുകള് എ ഒ ഐ ഔ. അതായത് ഈ ഊറുകൾക്ക് ശേഷം സ്വരങ്ങൾ വന്നാൽ ഈ ഊറുകളിന് പകരം യ് വ് ര് ല് വരും എന്ന വലിയൊരു കാര്യം ചെറിയൊരു സൂത്രം കൊണ്ട്, ഈ കോയണചി എന്ന സൂത്രം കൊണ്ട് നമുക്ക് പറഞ്ഞുതരാം. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണു വരും, ഇക്കിന് ശേഷം അച്ച് വന്നാൽ. വിശദമായി പറയുകയാണെങ്കിൽ എന്താണ്? ഈ ഊറുകൾക്ക് ശേഷം സ്വരം വന്നാൽ ഈ ഊറുകളിന്റെ സ്ഥാനത്ത് യാ വാ രാ ല എന്നീ വർണ്ണങ്ങൾ മാറി വന്നിടും അല്ലെ? ഇത്യുക്ത്വ. ഇപ്പോ അഭി ഉദയ, അഭ്യുദയ എന്ന് കിട്ടും അല്ലെ? അവിടെ യാ എന്നൊരു പുതിയ അക്ഷരം വന്നു. നിങ്ങൾ ചെയ്തു നോക്കണം, ചെയ്തു നോക്കിയാൽ കിട്ടും. അങ്ങനെ വളരെ രസകരമായിട്ട് നമുക്ക് സംസ്കൃത വ്യാകരണത്തിലേക്ക് കടക്കുന്ന ഒരു ഗ്രന്ഥമാണ് പാണിനീയം. അപ്പം ഇങ്ങനെയാണ് ആ സൂത്രങ്ങളുടെ രീതി എന്നൊരു ഉദാഹരണം പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അല്ലെ? ഇതി ഉക്ത്വാ ഇതി സ്ഥിതേ സന്ധികാര്യേ. അത് 39 പേജിലെ വ്യാഖ്യയിലെ 2ാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിക്കുന്നത്. തകാര ഉത്തരവർത്തി ഇകാരഹ ഇക്ക് ഭവതി. നിങ്ങൾക്കിത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. തദനന്തരം ഊ വർത്തതേ അല്ലെ? ഇതി ഉക്ത്വായിലെ ഊ ഉണ്ട്. തത് അച്ചേവ, അത് അച്ചാകുന്നു. അച്ചെന്ന് വെച്ചാൽ സ്വരം എന്നാണ് അർത്ഥം. അച്ഛൻ അല്ലെ? അയ്യുണറിലൊക്കെ അയ്യവച്ച് സ്വരങ്ങളാണ്. അതഹ ഇക്കസ്ഥാനെ എണ്ണ് വിധിയതേ. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വിധിക്കുന്നു. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണായി മാറും എന്നാണ് പാണിനിയുടെ നിയമം. അപ്പോ അവിടെ താരുസ്ഥാനീയത്വാദ് ഇകാരസ്യ സ്ഥാനേ യകാരഹ. അവിടെ ഇക്കിന് യകാരം വരും. അത് വേറൊരു നിയമം കൂടി സഹിതം നമുക്ക് പറഞ്ഞു തരാം. നമുക്ക് ആ സൂത്രം തന്നെ കിട്ടും. ഈ കൊണ്ട് യ്, ഊ കൊണ്ട് വ്, ഋ കൊണ്ട് ര്, ല് കൊണ്ട് ല് അല്ലെ? ആ ക്രമത്തിൽ തന്നെ കിട്ടും. ഈ യ് ഉ വ് ഋ അല്ലെ? ഇക്കിന് എണ്ണ് വരുന്ന വെച്ചാൽ ആ ക്രമം ഓരോന്ന്, 1-ന് 1, 2-ന് 2, 3-ന് 3, 4-ന് 4 അങ്ങനെ. ഇത് യ് ഉക്ത്വ സംയോജ്യ ഇത്യുക്ത്വ ഇതി. അത്യധികം എന്നത് അതി പ്ലസ് അധികം ചേരുമ്പോ എന്താവും? അവിടെ ഒരു യകാരം വരും. ഇക്കിന് എണ്ണ് വരും അല്ലെ? ഹിന്ദിയിലും സംസ്കൃതത്തിലൊക്കെ ഇതിന് എണ്ണ് സന്ധി എന്ന് തന്നെയാണ് പറയുക. ഇവിടെ നടക്കുന്ന നിയമം എന്താണ്? എണ്ണ് സന്ധി. ഹിന്ദി ഗ്രാമറിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എണ്ണ് സന്ധി. ഇത് ഹിന്ദിയിലും സംസ്കൃതത്തിലൊക്കെ ഒരേപോലെയാണ്. ഇത്യപി ഇത്യേവം ബഹു അത്ര ഇത്യാദി ഉദാഹരണാന്തരാണി. ഓക്കെ, അപ്പൊ മുകളിലേക്ക് തന്നെ കിടക്കാം. പേജിലെ ആ മെയിൻ ടെക്സ്റ്റ് ഭാഗം നോക്കുക. ലോകേ സർവത്ര വിവിധൈഹി ഭാഷാശാസ്ത്രജ്ഞൈഹി അത്യാദരപൂർവമേവ പാണിനീയ പ്രവൃത്തി പരാമർശ്യത. എല്ലാ ലോകത്തിലെ, അതായത് ഗ്രാമറുകളിൽ ഗവേഷണം നടത്തുന്നവർക്കൊക്കെ പാണിനി ശരിക്കും ഒരു അത്ഭുതമാണ്. ഇത് എങ്ങനെ ഇദ്ദേഹം ഇത് ചെയ്തു? സംസ്കൃതത്തിനെ പോലെ ഇത്രയും വലിയൊരു ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയത് എങ്ങനെ? അതും ഇത്ര കൃത്യമായ കടുകട്ടിയ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സ്റ്റൈലിൽ. അദ്യ വിദ്യമാനേഷു ശബ്ദശാസ്ത്രേഷു ഏകം സമ്പൂർണ്ണം വ്യാകരണം ഭവതി പാണിനീയം. ഇപ്പൊ അങ്ങനത്തെ ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാണിനീയ നിയമം വെച്ച് ഇതാക്കുന്ന ആപ്പുകൾ ധാരാളം കിട്ടാനുണ്ട്. നമുക്ക് നെറ്റിൽ പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാം. വ്യാകരണം ഭവതി പാണിനീയം. ഏവം ശബ്ദാഹ്വയം ജ്യോതിഹി പ്രസാര്യ പാണിനിഹി ഭുവനതലഗതം അന്ധകാരം അപാകരോ. ശബ്ദമാകുന്ന വെളിച്ചത്തിലൂടെ ഈ ഭൂമി മുഴുവൻ അദ്ദേഹം പ്രകാശിപ്പിച്ചു എന്ന് പറയുകയാണ്. ഇവിടെ അതിന്റെ തൊട്ട് താഴെ വ്യാഖ്യായിൽ ഒരു പ്രത്യേക കാര്യം കൂടി പറയുന്നുണ്ട്. വ്യാഖ്യായിലെ 3ാമത്തെ ഖണ്ഡിക നോക്കുക. ഈ ഗ്രന്ഥങ്ങള് അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിന് ശേഷം കാത്യായനൻ എന്നൊരു ആചാര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? പാണിനി ഗ്രന്ഥം മുഴുവൻ പഠിച്ചു. എന്നിട്ട് പാണിനി പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ, ചില സ്ഥലത്ത് അദ്ദേഹം ഇന്നത് വിട്ടുപോയി, ഇന്ന പദത്തിനും കൂടി ആ നിയമം സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നതിനും കൂടി അത് സംഭവിക്കും എന്ന് പറയുന്ന ആചാര്യനാണ് കാത്യായനൻ. അപ്പൊ കാത്യായനൻ ഒരു ഗ്രന്ഥം എഴുതി, വാർത്തികം എന്നൊരു ഗ്രന്ഥം.
കാത്യായനൻ നമ്മുടെ ദക്ഷിണേന്ത്യ, പ്രത്യേകിച്ച് മലയാളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറയിപെറ്റ പന്തിരുകുലത്തിന്റെ പിതാവ്, ഐതിഹ്യമാലയിലെ പറയിപെറ്റ പന്തിരുകുലത്തിലെ ആ 12 മക്കളുടെയും അച്ഛനായിട്ടുള്ള വരരുചിയാണെന്ന്, എന്തായാലും വരരുചിയല്ല, കാത്യായനൻ ദക്ഷിണേന്ത്യക്കാരനാണെന്ന് പല ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. അപ്പൊ വരരുചി തന്നെയാണെന്ന് കേരളീയർ വിശ്വസിക്കുന്നു. അപ്പൊ പാണിനി ആദ്യ അഷ്ടാധ്യായി എഴുതി, അതിനുശേഷം കാത്യായനൻ എന്തെഴുതി? വാർത്തികം എഴുതി. അഷ്ടാധ്യായിൽ പാണിനി വിട്ടുപോയ കാര്യങ്ങൾ, വ്യാകരണശാസ്ത്രപരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതിനുശേഷം പിന്നീട് ജനിച്ച ആളാണ് നമ്മുടെ പതഞ്ജലി എന്ന മഹർഷി. പതഞ്ജലി മഹർഷിയെ പറ്റി പറയുന്ന ഒരു കഥ എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ പിതാവ് അനന്തൻ, അല്ലെ, മഹാവിഷ്ണുവിന്റെ ശയ്യയായ അനന്തൻ, 1000 തലയുള്ള ആ അനന്തൻ, ആ അനന്തന്റെ ഉപാസകനായിരുന്നു അത്ര. അദ്ദേഹം ഉപാസിച്ച് നദിയിൽ കിടന്ന് തർപ്പണം ചെയ്യുകയായിരുന്നു. തർപ്പണം ചെയ്യുന്ന സമയത്ത് ആ തർപ്പണ ജലം, എനിക്കൊരു നല്ല സൽപുത്രൻ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് തർപ്പണം ചെയ്ത സമയത്ത് ആ തർപ്പണ ജലം അവിടെ തീരത്ത് വന്നു. അതിലൊരു പാമ്പിൻ കുഞ്ഞ്, കയ്യിൽ നിന്നൊരു പാമ്പിൻ കുഞ്ഞ് വെള്ളത്തിൽ ഉണ്ടായിരുന്നു അത്രേ. പാമ്പിൻ കുഞ്ഞ്, ആ പാമ്പിൻ കുഞ്ഞ് കയ്യിൽ നിന്ന് തെറിച്ച് ഭൂമിയിലേക്ക് വീണു. പിന്നെ അടുത്ത ക്ഷണത്തിൽ അവിടെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞിനെയാണ്, മനുഷ്യ കുഞ്ഞിനെയാണ് അവിടെ കണ്ടത്. അപ്പോ ആദിശേഷന്റെ അനുഗ്രഹം കൊണ്ട് ഒരു സർപ്പ, അല്ലെ, പതത്ത് അഞ്ജലി, അഞ്ജലിയിൽ നിന്ന് പതിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് പതഞ്ജലി എന്ന വാക്കുണ്ടായത് എന്നാണ് രീതിക്കുക. എന്തായാലും ഈ പതഞ്ജലി മഹർഷി എന്ന് പറയുന്ന ആള് ഈ അഷ്ടാധ്യായിയും പഠിച്ചു, പാണിനി എഴുതിയ അഷ്ടാധ്യായിയും പഠിച്ചു, കാത്യായൻ എഴുതിയ വാർത്തിക ഗ്രന്ഥവും പഠിച്ച് അതിനുശേഷം ഇതിന് രണ്ടിനും കൂടി ഒരു വലിയ വ്യാഖ്യാനം എഴുതി. ആ വ്യാഖ്യാനത്തെയാണ് മഹാഭാഷ്യം എന്ന് പറയുന്നത്. വ്യാകരണ മഹാഭാഷ്യം. അപ്പൊ പാണിനി, പതഞ്ജലി, കാത്യായനൻ, ഈ 3 പേരെയാണ് വ്യാകരണത്തിലെ മുനിത്രയം, മഹർഷിത്രയങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിവിടെ പറയുന്നുണ്ട്. അഷ്ടാധ്യായിയാഹ വാർത്തികം കാത്യായനേന രചിതം. വാർത്തികാനന്തരമേവ അത്ര ഭാഷ്യസ്യ രചന ഇത്യതഃ മഹാഭാഷ്യസജ്ഞയ വ്യവഹ്രിയത്തെ. മഹാഭാഷ്യം എഴുതിയത് പതഞ്ജലിയാണ് അവിടെ എന്ന് കുറിച്ചിട്ടുള്ളൂ. അതേ പതഞ്ജലി തന്നെയാണ് യോഗശാസ്ത്രവും അതേപോലെ ചരകസംഹിതയൊക്കെ എഴുതിയെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ആവാം, അല്ലാതിരിക്കാം, നമുക്കറിയില്ല. അഭിജ ബഹൂനാം ലോകന്യായാനാം സംഗ്രഹാത് മഹാഭാഷ്യം ഇതി പ്രഥ സമീചീനയവ. ഒരുപാട് ലൗകിക ന്യായങ്ങൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലൗകിക ന്യായങ്ങൾ, അല്ലെ, അന്ധ മറ്റേ ന്യായം, അല്ലെ, ഘടപ്രദീപ ന്യായം, സ്ഥാലി പുലാക ന്യായം, ഇങ്ങനെ ലോകന്യായങ്ങളിലൂടെ വ്യാകരണം പഠിപ്പിച്ചു തരികയാണ് മഹാഭാഷ്യകാരൻ ചെയ്തിട്ടുള്ളത്. ഇനിയൊരു ശ്ലോകമാണ് നമുക്ക് അവിടെ വ്യാഖ്യയിൽ പറയാനുള്ളത്. ഇതമന്ധം തമഃകൃത്സ്നം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതിഹി ആസംസാരാന്ന ദീപ്യതേ. ഇത് കാവ്യാദർശം എന്നൊരു പുസ്തകത്തിൽ ദണ്ഡഃ അസ്തി ഇതി ദണ്ഡി, നമ്മളെ തെണ്ടി അല്ല, ദണ്ഡം കയ്യിലുള്ളവൻ. ഒരുപക്ഷെ സംസ്കൃതത്തിന്റെ ആ പ്രാകൃത ലോപമായിരിക്കാം തെണ്ടിയാവുന്നത്. എന്തുതന്നെയായാലും ദണ്ഡി എന്ന മഹാകവി എഴുതിയ കാവ്യാദർശം എന്ന ഗ്രന്ഥത്തിൽ 1ാമത്തെ ശ്ലോകമാണ്. അദ്ദേഹം പറയുന്നത്, ഇതം അന്ധം തമഃ കൃത്സ്നം ജായേത ഭുവനത്രയം. ഈ ലോകം മുഴുവൻ ഇരുട്ടിലായേനെ എന്തുണ്ടായിരുന്നില്ലെങ്കിൽ, ശബ്ദം എന്നൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു ഇരുട്ടിലായേനെ. യതി ശബ്ദാഹ്വയം ജ്യോതിഹി ആ സംസാരാന്ന ദീപ്യതേ. ശബ്ദം എന്ന ഒരു സാധനം ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായേനെ? ഈ ത്രൈലോക്യം മുഴുവൻ കേവലം ഇരുട്ടിലായി പോയേനെ. ശബ്ദമുള്ളത് കൊണ്ടാണ് നമ്മൾ നാദം കേൾക്കുന്നത്, പാട്ട് കേൾക്കുന്നത്, അല്ലെ, വ്യാകരണം ഉണ്ടാവുന്നത്, സാഹിത്യം ഉണ്ടാകുന്നത്, ഒക്കെ എന്തുകൊണ്ടാണ്? ശബ്ദം ഒന്നുകൊണ്ട് മാത്രം. അതുകൊണ്ട് ശബ്ദാഹ്വയം ജ്യോതി, ശബ്ദം എന്ന വെളിച്ചം എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പൊ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇടയിലിടയിൽ ചില ഡെഫിനിഷനുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പേജ് നമ്പർ 37 വ്യാഖ്യാനം എടുക്കൂ. അതിൽ നിങ്ങൾക്ക് കാണാം ചില സന്ധികളൊക്കെ ഉണ്ട്, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. വ്യാക്രിയന്തേ നിഷ്പാദ്യന്തേ ശബ്ദാഹ അനേന ഇത് വ്യാകരണം. വ്യാകരണത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാണ്. വ്യാക്രിയന്തേ നിഷ്പാദ്യന്തേ, വ്യാകരിച്ചു തരുന്നു, നിഷ്പാദിപ്പിച്ചു തരുന്നു ശബ്ദങ്ങൾ. ശബ്ദങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് ഏത് ശബ്ദം എപ്പോ വരും നിഷ്പാദിപ്പിച്ചു തരുന്നതാണ് എന്ത്? വ്യാകരണം. അതിന്റെ പ്രത്യേകങ്ങളൊക്കെ അവിടെ പറയുന്നു. വ്യാങ് പൂർവക ഡുകുറിഞ്ഞ് ധാതു കർണാർത്ഥിലിട്ട് അത്ര നോക്കണ്ട. അനുശിഷ്യന്തേ അപശബ്ദേഭ്യോ വിവിച്ച ശബ്ദാഹ ഇത് ശബ്ദാനുശാസനം. ശബ്ദങ്ങളും അപശബ്ദങ്ങളും അതിനെ വേർതിരിച്ചു പറഞ്ഞു തരുന്നു, അത് ശബ്ദാനുശാസനം. അദ്യ ഉപലഭ്യമാനാഹ വ്യാകരണ ഗ്രന്ഥാഹ ത്രിധാ വിഭക്ത. ഇന്ന് കിട്ടുന്ന വ്യാകരണ ഗ്രന്ഥങ്ങളെ 3ആയി തരംതിരിക്കാം. സംസ്കൃത വ്യാകരണവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. തേ ലൗകിക വ്യാകരണ ഗ്രന്ഥാഹ, ഭാഷാ വ്യാകരണം
സംസാര ഭാഷ അല്ലെങ്കിൽ സാഹിത്യ ഭാഷയിലെ വ്യാകരണത്തെ ചർച്ച ചെയ്യുന്നവ. വൈദിക വ്യാകരണ ഗ്രന്ഥ, വേദത്തിന്റെ വ്യാകരണ ഭാഗം ചർച്ച ചെയ്യുന്നവ. ചിലത് രണ്ടും ചർച്ച ചെയ്യുന്നു. അഷ്ടാധ്യായൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ, രണ്ടും ചർച്ച ചെയ്യുന്നു. വൈദിക വ്യാകരണം, ലൗകിക വൈദിക വ്യാകരണ ഗ്രന്ഥാശ്ച. അപ്പൊ അത് നോക്കുക. അതുപോലെ ഇനി ഓരോ പദങ്ങളെ പിരിച്ചത്, ആ വ്യാഖ്യാഭാഗം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ഈ ഭാഗത്തില് വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാനൊന്ന് ഓടിച്ചു പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയമായിട്ട് ചോദിക്കാം. അപ്പോ ഈ മഹേശ്വര സൂത്രം നന്നായി ചൊല്ലി പഠിക്കുക. പ്രത്യാഹാരം സ്വയം എഴുതി നോക്കുക. ഇതിലെ പ്രത്യാഹാരം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. മഹേശ്വര സൂത്രം ചൊല്ലി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ മതി അല്ലെ. ആ ഇ ഉ ഋ എ ഒ ഐ ഔ, ആദ്യത്തെ 4 സൂത്രങ്ങളെ കൊണ്ട് സ്വരങ്ങൾ മുഴുവൻ പറയും. പിന്നെ പറയുന്നത് യാ രാ ലാവയാണ് ആദ്യം പറയുന്നത് അല്ലെ. ഹയവരട്ട് ലണ് എന്ന സൂത്രങ്ങളെ കൊണ്ട് യാ രാ ലാവ ആദ്യം പറയുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടാണ് ക്രമം എന്ന് മനസ്സിലാക്കുക. ആദ്യം 5 പറയുന്നു, യമഗണ നമ. പിന്നെ 4 പറയുന്നു അല്ലെ, ജഭന്യ ഘടദശ്, അത് 2 സൂത്രം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ 3 പറയുന്നു, വർഗ തൃതീയങ്ങൾ പറയുന്നു, ജപഘടദശ്. പിന്നെ ഖഭചടത ചടതവും കപയെ, ഇങ്ങനെ 2 സൂത്രങ്ങളെ കൊണ്ട് രണ്ടാമത്തെ വർഗ ദ്വിതീയങ്ങളും വർഗപ്രഥമങ്ങളും പറയുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് ചാടുന്നത്? യരലവ കഴിഞ്ഞിട്ടുള്ള ശഷസഹങ്ങളിലേക്ക് പിന്നെ ചാടുക. ശഷസരി ഹരിന്ന്. അപ്പൊ ഈ രീതിയിൽ ക്രമത്തിൽ ഈ മഹേശ്വര സൂത്രങ്ങളെ ചൊല്ലി പഠിക്കുക തന്നെ വേണം. 14 എണ്ണം ചൊല്ലി പഠിച്ചാൽ കൃത്യമായിട്ട് പ്രത്യാഹാരങ്ങളെ എഴുതാൻ സാധിക്കും. ചോദിച്ചാൽ എഴുതാൻ പറ്റും. പ്രത്യാഹാരങ്ങൾ കൊണ്ടുള്ള പിന്നെ ഇതിലെ വേറൊരു പഠനാധിഗമം പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ വായിച്ചു. ഈ ഗ്രന്ഥത്തെക്കുറിച്ചും അഷ്ടാധ്യായെക്കുറിച്ചും പാണിനിയെക്കുറിച്ചും ഒരു നോട്ട് എഴുതാൻ ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം അല്ലെ. പാണിനിഹി ഇതി ഏകഃ ആചാര്യഃ ഭവതി വ്യാകരണശാസ്ത്രസ്യ പിതാ. പാണിനിഹി ശാലാതുര ഗ്രാമീണഃ ആസീത്. ശാലാതുരം ഇതി ഗ്രാമത്തിൽ ജനിച്ച ആളായിരുന്നു. അസ്യ മാതുഃ നാമ ദാക്ഷി ഇതി ആസീത്. സഹ കാശ്മീരദേശേ വർത്തമാന സർവകലാശാല തക്ഷശിലാമാഗത്യ ശാസ്ത്രാണി പഠിതവാൻ. തത്ര സതീർത്ഥൈഃ പരിഹാസം സോഢും അശക്യഃ സഹ. അവരുടെ പരിഹാസം ഏറ്റുവാങ്ങാൻ അശക്യനായിട്ട് സഹ കിം അകരോത് സഹ സ്വഗൃഹം പ്രതിഗതഃ. തത്ര മാതുഃ ച പരിഹാസം അല്ല, മാതുഃ ഏകം നിദർശനം ശ്രുത്വ. അമ്മയുടെ ഒരു ഉദാഹരണം, അമ്മ പറഞ്ഞൊരു കാര്യം. മാതുഃ ഏകം വചനം. മാതുഃ വചനം കിമാസീത്? ശിലായാമപി പരിണാമഃ സംഭവതി. ശിലായാമപി നിത്യഘട വിന്യാസേന പരിണാമഃ സംഭവതി. പുനഃ കിം കാരണേന ത്വയി പരിണാമഃ ന സംഭവതി ഇതി മാതാ പൃച്ഛതി. തത് പ്രശ്നം ശ്രുത്വ, ആ ചോദ്യം കേട്ടിട്ട്, പ്രശ്നം എന്നുള്ള വാക്കിനർത്ഥം ചോദ്യം, ശ്രുത്വ സഹ അചിന്തയൻ സഹ ഗൃഹാദപി പ്രതിനിവർത്തമാനഃ എത്ര കുത്രാപി ഗത്വ, പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് തപഃ ചകാര. തപസ പരമേശ്വര പ്രസാദം, പരമേശ്വരസ്യ ശിവസ്യ മഹേശ്വരസ്യ പ്രസാദം, അദ്ദേഹത്തിന്റെ ആ പ്രസാദം എന്ന് വെച്ചാൽ അനുഗ്രഹം എന്നർത്ഥം. അനുഗ്രഹ അഭൂത്. നന്ദികേശ്വര, ഇനിയുള്ളത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് പറയരുത് അല്ലെ. അതായത് പിന്നീട് അദ്ദേഹം മഹേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയെന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ വലിയ വലിയ ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് പറയും. അങ്ങനെയല്ല പറയേണ്ടത് അല്ലെ. ഇനി നന്ദികേശ്വരന്റെ കാരികയിൽ ഇങ്ങനെ കാണുന്നു. ഇതേ പാഠം എത്ര രസകരമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അതായത് ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല ശിവനെ പ്രത്യക്ഷപ്പെടുത്തി എന്ന് വെച്ചാൽ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ ഒക്കെ സാധിക്കും എന്ന ഒരു പൂർണ്ണമായിട്ടും ദൈവികമായിട്ടുള്ള ഒരു രീതിയിലല്ലാതെ ഇതിനെ നോക്കി കാണാൻ പഠിക്കണമെന്നർത്ഥം. അപ്പൊ നന്ദികേശ്വരന്റെ കാരികയിൽ ഇങ്ങനെ കാണുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. നന്ദികേശ്വരൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭിപ്രായമല്ല, നന്ദികേശ്വരസ്യ അഭിപ്രായമാണ്. കാരികയിൽ ഇങ്ങനെ പറയുന്നു. എന്ത്? സനകാദി സിദ്ധന്മാരെ ഉദ്ധരിക്കാനായിട്ട് പരമേശ്വരൻ ധക്ക കൊട്ടിയപ്പോൾ 14 വട്ടം കൊട്ടി, അതിനെ ശിവസൂത്രം എന്ന് പറയുന്നു. അപ്പോ നന്ദികേശ്വരന്റെ കാരികയിൽ പറഞ്ഞത് പ്രകാരം പരമേശ്വരന്റെ ധക്കാനാദത്തിൽ നിന്ന് പാണിനി 14 സൂത്രങ്ങളെ ഉണ്ടാക്കി. അപ്പൊ നന്ദികേശ്വര കാരികായാം ഏവം ദൃശ്യത. വേണമെങ്കിൽ ഈ ശ്ലോകം പഠിച്ച ശ്ലോകവും നിങ്ങൾക്ക് ഇതിൽ കോട്ട് ചെയ്യാം. നൃത്താവസാനേ നടരാജരാജോ അനാഥഠക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സനകാതി സിദ്ധാൻ ഏതദ്വിമർശേ ശിവസൂത്രജാലം.
ആ സൂത്രങ്ങൾ എഴുതുക. പ്രത്യാഹാര സൂത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ആ 14 അവിടെ എഴുതാം. ഈ സൂത്രാത് പ്രത്യാഹാരാണി നിർമ്മായ, പ്രത്യാഹാരങ്ങളെ ഉണ്ടാക്കി സമ്പൂർണം സംസ്കൃത വ്യാകരണം സഹ അഷ്ടാധ്യായി ഇതി ഗ്രന്ഥ രീത്യ പ്രതിപാദിതവാൻ. അഷ്ടാധ്യായി എന്നൊരു ഗ്രന്ഥരീതിയിൽ അദ്ദേഹം അത് പ്രതിപാദിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ അതിൽ നിന്ന് സംസ്കൃത വ്യാകരണത്തിന്റെ സമ്പൂർണമായ ഒരു ചിത്രം. ഇനി വേണമെങ്കിൽ ബ്ലൂംഫീൽഡ് പറഞ്ഞ കാര്യമൊക്കെ പറയാം അല്ലെ. ബ്ലൂംഫീൽഡ് എന്താണ് പറഞ്ഞത്? പാണിനീയം തു മനുഷ്യബുദ്ധേഹെ ഏകം മഹത്തരം മൂർത്തരൂപം ഭവതി. മനുഷ്യബുദ്ധിയുടെ ഒരു മഹത്തരമായ മൂർത്തരൂപമാണ് പാണിനീയം എന്ന് പറയുന്നത്. അതിൽ എത്ര സൂത്രങ്ങളുണ്ട്? 3995. കൃത്യമായിട്ട് ആ ദേവനാഗരി ലിപിയിൽ തന്നെ സൂത്രാണി തത്ര വർത്തന്തെ. അപ്പോ ഏവം ശബ്ദാഹ്വയം ജ്യോതി പ്രസാര്യ പാണിനി ഭുവനതലഗതം അന്ധകാരം അപാകരോ. ഭുവനതലത്തിലെ ഈ ഇരുട്ടിനെ, തമസ്സിനെ ഇല്ലാതാക്കി. അപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു ചിത്രം കിട്ടി. ഈ രീതിയിൽ ഗ്രന്ഥത്തെക്കുറിച്ചും അഷ്ടാധ്യായെക്കുറിച്ചും അതിന്റെ പ്രക്രിയയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വിസ്തരിച്ച് എഴുതാവുന്ന ഒരു പാഠഭാഗമാണ്. സുഖമായിട്ട് എല്ലാ മാർക്കും സ്കോർ ചെയ്യാം. ഈ പ്രത്യാഹാരങ്ങൾ കൃത്യമായി പഠിച്ചാൽ കൺവേർഡുകൾക്കും നന്നായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ദിവസം ചെയ്ത പോലെ ഒരു പരീക്ഷ എഴുതാം. അപ്പോഴേക്കും ഞാൻ ഇതും ഒന്ന് നോക്കി തീർക്കാം. ഇനി അയക്കുമ്പോൾ നിങ്ങൾ സിംഗിൾ